മോഹൻലാലിൻ്റെ ചില പടങ്ങൾ വന്നല്ലോ, അതിനൊന്നും അത്രയും അക്സെപ്റ്റൻസ് കിട്ടിയില്ല. പക്ഷെ ഇതിന് അക്സെപ്റ്റൻസ് കിട്ടും. ഇപ്പോൾ മലയാള സിനിമയ്ക്ക് മോഹൻലാലും മമ്മൂട്ടിയും നായകന്മാരാണ്. ഇനി 2-3 നായകന്മാരും ഉണ്ടാവുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് തോന്നി തനിക്കതാവാൻ പറ്റും. അതിന് ക്ലൈമാക്സ് സീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടീനെ ഞാൻ കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. അപ്പോൾ നെടുമുടി വേണുചേട്ടനും ശാരദ കെ കരുണാകരൻ സാറായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു സീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു SI ആവാനായിട്ട്. VM സുധീരൻ്റെ ആ ഒരു രാഷ്ട്രീയമായ ഇടപെടലുകൾ എൻ്റെ മനസ്സിൽ ഒരു ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. തകർക്കാൻ ശ്രമിച്ചിട്ടും തകർക്കാൻ സാധിക്കാത്ത ഒരു സംസ്കാരമാണ് നമ്മുടെ ഈ ഭാരതം എന്ന്. അപ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ കണ്ടാലറിയാവുന്ന 7 പേര്. അപ്പോൾ കണ്ടാലറിയാവുന്ന ഒരാൾ ഞാനാണ്. സപ്പോർട്ട് ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ദ്രോഹിച്ചാലോ ഞാനാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും ഞാൻ ഒന്നുമല്ല എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുത്തിയത് എൻ്റെ അമ്മയാണ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി. സാറിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് വളരെ ആദർശികമായിട്ടാണ്. എനിക്ക് ഏറ്റവും വിശേഷപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നല്ല പുണ്യമെന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് വളരെ ആദർശികമായിട്ട് കൂപ്പ് കൈകളോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി എനിക്ക് തോന്നുന്നു ഏതാണ്ട് കരയുന്ന ഒരവസരം സാറിനെ ഞാൻ മൂകാംബിക അമ്പലത്തിൽ വെച്ചിട്ട് ക്ഷേത്രത്തിൽ വെച്ച സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. വന്ന് എനിക്കൊരു കൗതുകമായിരുന്നു. സ്വാഭാവികമായിട്ടും കുറേ കാലങ്ങൾക്ക് മുമ്പ് ദേവൻ എന്ന് പറഞ്ഞ ഈ പറഞ്ഞൊരു സിനിമാ താരം. പക്ഷേ അങ്ങനെ ഒന്നുമല്ല, അതൊരു സാധാരണ മനുഷ്യനെ പോലെ ഭയങ്കര തിരക്കായിരുന്നു അന്ന്. ആ തിരക്കിനിടയിൽ സാറ് എല്ലാം പറഞ്ഞ് ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് എൻ്റെ മനസ്സിൽ. ശരിക്കും ദേവൻ എന്ന് പറയുന്ന ഒരാൾക്ക് ദൈവവിശ്വാസം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? നമ്പർ 1 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എൻ്റെ ഈ ഭക്തി എന്ന് പറയുന്നത്. അത് എനിക്ക് ഭക്തി കിട്ടാനായിട്ട് എന്നെ ഈ ഭക്തിയിലേക്ക് നയിച്ചത് എൻ്റെ അമ്മയാണ്. ആത്മീയമായ കാര്യങ്ങളിൽ അമ്മയുടെ ഒരു ഇതാണത്. ചെറുപ്പനാൾ മുതൽ തന്നെ എൻ്റെ തറവാട് ചേറ്റുവ എന്ന സ്ഥലമാണ്. കാര്യാട്ട് രാമു കാര്യാട്ടിൻ്റെ ഒക്കെ വീടാണ്. അവിടെ വെച്ചിട്ട് അവിടെയൊക്കെ നമ്മളൊക്കെ എല്ലാ രാവിലെയും വൈകുന്നേരം ഒരു പ്രാർത്ഥന, രാമനാരായണ രാമനാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ മനസ്സിലും തലച്ചോറിലൊക്കെ ശരിക്കും അതിങ്ങനെ ബാധിച്ചു. അതിൻ്റെ അപ്പോൾ അമ്മയുടെ പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർ അച്ഛൻ്റെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ടൗണിലേക്ക് വന്നത്. എൻ്റെ 1ാം ക്ലാസ് മുതൽ ഞാൻ ടൗണിൽ താമസിച്ചത്. അപ്പോഴൊക്കെ ഈ അമ്പലങ്ങളിൽ പോവാം. അവിടെ പാറമേക്കാവിൽ വടക്കുന്നാഥൻ, തിരുവമ്പാടി ക്ഷേത്രം എല്ലാ ദിവസവും 5 മണിക്ക് അമ്മ നമ്മളെ എണീപ്പിച്ച് അമ്പലങ്ങളിലേക്ക് വിടും. പാറമേക്കാവ് വടക്കുന്നാഥൻ. അപ്പോൾ ഞങ്ങൾ അമ്മ 4 മണിക്ക് എണീക്കും. അമ്മ 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ എണീക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് അന്ന് ഈ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, പീലീലയുടെ ഒക്കെ രാവിലത്തെ സുപ്രഭാതം, മറ്റേ എന്തിനാ പറയാ അതിന്, ഈ ഗ്രാമഫോണിലാണ് നമ്മൾ കേൾക്കുക. അപ്പം നമ്മൾ ഉറങ്ങി നിൽക്കുമ്പോൾ ഞാൻ വിളിക്കും. നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ അമ്മ തട്ടേ അമ്പലത്തിൽ പോകുമ്പോഴും വിളിക്കുമ്പോൾ നമ്മൾ കണ്ണുറക്കുമ്പോൾ കാത് തുറക്കുമ്പോഴും കേൾക്കുന്നത് ഈ പീലീലയുടെ ഈ ഗുരുവായൂരപ്പൻ്റെ കീർത്തനങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾക്ക് ഇപ്പോൾ അങ്ങ് ചോദിച്ച പോലെയുള്ള ഇതിൻ്റെ ഭക്തി എന്നുള്ളത് നമ്പർ 1 എൻ്റെ ജീവിതത്തിൽ. അത് ഇന്നും തുടരും. നമ്മളൊന്നുമല്ല എന്നുള്ളത് ഒരു മനുഷ്യൻ, ഹേ മനുഷ്യ എന്ന് പറയുമല്ലോ, യു ആർ നത്തിങ് എന്ന് പറയണ്ടല്ലോ. അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടാനായി സഹായിച്ചത് ഈ ഭക്തിയാണ്. ഞാനാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും ഞാൻ ഒന്നുമല്ല എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുത്തിയത് എൻ്റെ അമ്മയാണ് ത്രൂ ഭക്തി. ചെറുപ്പത്തിലെ ആ ഒരു തോന്നലുണ്ടായിരുന്നു, അതോ പിന്നീടാണോ അങ്ങനെ മാറ്റം സംഭവിച്ചത്? അല്ല, നമ്മളിങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ
അതുണ്ട്. അമ്മയുടെ ഒരുപാട് കാര്യങ്ങൾ, അമ്മയുടെ സ്വഭാവം, അമ്മയുടെ മൈൻഡ് സെറ്റ്, അമ്മയുടെ ആറ്റിറ്റ്യൂഡ്, പിന്നെ അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡ്. അച്ഛൻ അങ്ങനെ ഭയങ്കരമായൊരു ഭക്തിയുള്ള ആളല്ല. നമസ്തേ അങ്ങനെയുള്ള മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അമ്പലത്തിൽ പോയാലും അമ്മങ്ങനെ തൊഴും കുറേ നേരം, അച്ഛൻ വന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അച്ഛനിൽ നിന്നും കിട്ടിയത് എനിക്ക് ജീവിക്കാനുള്ള ഒരു പാഠങ്ങളാണ്. എങ്ങനെ ഒരാളായിരിക്കണം, എങ്ങനെ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ അച്ഛനിൽ നിന്നാണ് എനിക്ക് കൂടുതൽ എനിക്ക് കിട്ടി. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവിത പാഠങ്ങൾ. ഞാൻ ഈ അച്ഛൻ്റെ കാര്യം തന്നെ നേരത്തെ കേട്ടിട്ടുള്ള കാര്യമാണ്. എഡിറ്റോറിയൽ വായിപ്പിക്കുക, കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ പത്രത്തിൽ എഡിറ്റോറിയൽ നിർബന്ധമായി വായിച്ചിരിക്കും. വായിക്കലല്ല, എഴുതണം. അതായത് 8ാം ക്ലാസ് മുതൽ നമ്മൾ അന്ന് ഈ മനോരമയും ഇന്ത്യൻ എക്സ്പ്രസ്സാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും എഡിറ്റോറിയൽ വായിച്ചതിന് ശേഷം അത് കോപ്പി എഴുതി അച്ഛൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കാണിച്ചു കൊടുക്കണം എല്ലാ ദിവസവും 8ാം ക്ലാസ് മുതൽ. അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അച്ഛനോട് ദേഷ്യം തോന്നിയ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം 10ാം ക്ലാസ്സിൽ എത്തിയതിന് ശേഷമാണ് അച്ഛൻ ഒരിക്കൽ ഞങ്ങൾ വിളിച്ചിട്ട് പറയുന്നത് വെച്ചാൽ, ഈ പത്രപാരായണം പൂർണ്ണമാകണമെങ്കിൽ എഡിറ്റോറിയൽ വായിച്ച് പഠിച്ചിരിക്കണമെന്ന്. വായിക്കൽ മാത്രമല്ല, യു ഹാവ് ടു ലേൺ ഇറ്റ്. ഈ എഡിറ്ററുടെ, അതായത് ന്യൂസിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ ന്യൂസിന് ഈ എഡിറ്റോറിയൽ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ അതില്ല കേട്ടോ. പണ്ടത്തെ, സോറി ടു ടെൽ യു ദാറ്റ്, അങ്ങൊരു എഡിറ്റ് ആയതുകൊണ്ട് പറയാണ്. കാരണം വെച്ചാൽ അന്നത്തെ എഡിറ്റോറിയലൊക്കെ വായിക്കുമ്പോഴും, ഞാൻ വർഷങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ മനസ്സിലാവും. ഭയങ്കരമായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഈ എഡിറ്റോറിയൽ കൈകാര്യം ചെയ്യുന്നവരിലുള്ള. മാനസികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാം ഭയങ്കരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ഒരു നിഷ്പക്ഷത ഇല്ലാന്ന് തോന്നുന്നു, ഇല്ലാതായിപ്പോയി. ഇപ്പോൾ ബയസ്ഡാണ്, അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അന്ന് ഞാൻ അത് വായിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി, എൻ്റേതായ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാനായിട്ടുള്ള ധൈര്യവും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം അന്നത്തെ വായനയാണ്. മനസ്സിലായില്ലേ? അതുപോലെ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ ആ എഡിറ്ററുടെ ചിന്ത എന്താണ്, ഇങ്ങനെയാണത്, എന്താണ് രാഷ്ട്രീയം, അങ്ങനെയൊക്കെ നമുക്കൊരു തരം ഇത് കിട്ടുമല്ലോ. അതാണത്. അല്ല, അന്ന് ഈ എഡിറ്റർ ഞാൻ വായിച്ചപ്പോൾ അതിൽ കൂടി ചേർത്താ അച്ഛൻ കാർക്കശ്യം പിടിക്കുമ്പോഴും അമ്മ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശിക്ഷ കൊടുക്കുമ്പോൾ പോലും. അതെ, ശിക്ഷ കൊടുക്കും. അപ്പോൾ അങ്ങനെ അമ്മ അവിടെ നിന്നിട്ട് പറയും, ആ കുട്ടികളെ എന്തിനാ ഈ കഷ്ടപ്പെടുത്തുന്നത്, ഒന്ന് കളിച്ചോട്ടവര്. അപ്പോൾ കളിക്കാനുള്ള സമയത്തിലൊക്കെ നമ്മളിപ്പോൾ അച്ഛൻ 5 മണിക്ക് 5:30 മണിക്കാണ് ഓഫീസിൽ നിന്ന് വരിക. അപ്പോൾ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു, ഫുട്ബോൾ ടീമിലൊക്കെ. അപ്പോൾ ആ സമയത്ത് ഈ കളി എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര റെസ്ട്രിക്ഷൻസ് വരും. അപ്പോൾ നമ്മൾ ഈ എപ്പോഴെങ്കിലുള്ള സമയത്തൊക്കെ ഭയങ്കരമായിട്ട് എഴുതി അച്ഛൻ വരുന്നതിന് മുമ്പ് എഴുതി കൊടുക്കുക. നമുക്കൊരു റെസ്ട്രിക്ഷൻസ് വരുമല്ലോ. അപ്പോൾ അമ്മ പറയും, നിങ്ങളിത് എന്തൊരു കഷ്ടമാണ്, അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അച്ഛൻ ഇസ് വെരി സ്ട്രിക്റ്റ്. ശരിക്കും ആ ഒരു കാലഘട്ടം അവരെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് ആ ഫോട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടുമല്ലോ, അച്ഛൻ അമ്മ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇപ്പോൾ അതിപ്പോൾ രാഷ്ട്രീയമായാലും ശരി, സിനിമയായാലും ശരി, ഒക്കെ അവരുടെ പ്രാർത്ഥന, അവരുടെ ഉണ്ടായ ഒരു ഇതുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തർക്കും സ്വഭാവ രൂപീകരണങ്ങളുണ്ടാവും. അത് അച്ഛൻ്റെയും അമ്മയുടെയാണ്. നമ്മുടെ ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഗുരു എന്ന് പറയുന്നത് അച്ഛൻ എൻ്റെ അമ്മയാണ്. അപ്പോൾ അവരുടെ ആബ്സെൻസ് മിസ് ചെയ്യുന്നുണ്ട്. ഈ അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ കൃത്യമായൊരു പരിചരണത്തിൽ വളർന്നു വന്നു. ഈ കോളേജ് രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ പിന്നെ എത്തിപ്പെട്ടത്? കോളേജ് രാഷ്ട്രീയത്തിൽ വരാൻ കാരണം ഞാൻ സ്കൂളിൽ തുടങ്ങി. ഞങ്ങളുടെ സ്കൂൾ മോഡൽ സ്കൂളായിരുന്നു. ഈ മോഡൽ സ്കൂളിൽ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർ പറയുന്നത് വെച്ചാൽ, ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതും ഇതിനകത്ത് കയറാൻ, ഈ ക്യാമ്പസിനകത്ത് കയറാൻ പാടില്ല. പക്ഷെ നമുക്ക് രാഷ്ട്രീയം വേണം. അപ്പോൾ നമുക്കിത് എന്താണെന്ന് അന്നൊന്നും വലിയ ഇത് കിട്ടിയില്ല, അർത്ഥം അല്ല. കക്ഷി രാഷ്ട്രീയം വേണ്ട,
രാഷ്ട്രീയം വേണമെന്ന് പറയുന്നു. മനസ്സിലായി. അപ്പോൾ അന്ന് നമുക്ക് തോന്നി എന്താ ഇയാൾ പറയുന്നത് രാഷ്ട്രീയം, അത് ഇതൊരു ഒക്കെ ഒന്നാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ അവിടെ അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേരിലുള്ള പ്രവർത്തനങ്ങളല്ല, വേണ്ട, അവിടെ കളേഴ്സാണ്. ഓക്കെ. പിന്നെ മറ്റേ യെല്ലോ, റെഡ്, ബ്ലൂ ആൻഡ് അതൊരു പാർട്ടിയാക്കി, അങ്ങനെ വൈന്നുള്ളൊരു പാർട്ടി, അങ്ങനെ ഒരു പാർട്ടികളാക്കും. അതിൽ പാർട്ടി പ്രവർത്തനം ഉണ്ടാവും. അങ്ങനെ ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ നടക്കുന്ന ജയിക്കുമ്പോൾ അത് ഭരണകക്ഷി, തോൽക്കുന്ന ആൾക്കാർ പ്രതിപക്ഷം. അപ്പം ഞങ്ങൾ അന്ന് അസംബ്ലി ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ. അപ്പം നമ്മുടെ മെയിൻ അസംബ്ലി തന്നെ സ്കൂൾ അസംബ്ലി ഉണ്ട്. അപ്പോൾ സ്കൂളിലുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ചർച്ച ചെയ്യാനോ പ്രവർത്തിക്കാനോ പാടുള്ളൂ. അപ്പോൾ അവിടെ സ്കൂളിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അത് വേണ്ടെന്ന് പറയും, ഞങ്ങൾ വേണമെന്ന് പറയും. ഈ ആനിവേഴ്സറി, പിന്നെ ആർട്ട് ക്ലബ്ബ്, അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ അന്ന് മുതലേ ഇങ്ങനൊരു സംഗതി നമ്മുടെ ഉള്ളിലുണ്ട്. ഈ രാഷ്ട്രീയ പൊളിറ്റിക്സ്, രാഷ്ട്രീയം എന്നുള്ള അങ്ങനെ വന്നു. അവിടെ കോളേജിലേക്ക് അവിടെ അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പം നമ്മുടെ സ്കൂളിലൊന്നും ഈ ഇതില്ല, സമരങ്ങളില്ല. അപ്പോൾ സെൻറ് തോമസ് കോളേജ് ഹൈസ്കൂളിൽ ഒരു ദിവസം സമരമുണ്ടെന്ന് കേട്ടു. അപ്പോൾ എന്താണ് സമരം എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് സമരം കാണാൻ പോയത്. അവിടെ ചെന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഒരു തിരുവൻ്റെ വെച്ചാൽ ഈ സെൻറ് തോമസ് കോളേജിൻ്റെ ഗേറ്റ്, അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു കമോഷനാണ്. കുട്ടികൾ അങ്ങോട്ടും ഓടുന്നു, ഭയങ്കര അടിപിടി നടക്കുകയാണ്. അടിപിടി എന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കുന്ന. അപ്പോൾ ഈ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെഡ് കളറിൽ പോസ്റ്റ് ബോക്സ് ഉണ്ട്. ഇപ്പം അതില്ലല്ലോ, ലെറ്റർ ബോക്സ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ, വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട ചെറുപ്പക്കാരൻ ഈ അടി കൊള്ളുന്ന വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുകയും അവരെ മാറ്റി കൊണ്ടുപോവുകയും ചെയ്തു നിൽക്കുന്ന ഒരാളെ നമ്മൾ കണ്ടു. ഒരു ഹീറോയിക് പരിവേഷം. അപ്പോൾ ആരാണെന്ന് നമുക്കറിയില്ല, അങ്ങനെയല്ല. അപ്പോൾ അയാൾ ഇവിടുന്ന് കുറച്ച് ചോര പോകുന്നുണ്ട്, ഷർട്ടൊക്കെ കീറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇയാൾക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാം. ആ അടി വാങ്ങിക്കൊണ്ട് മറ്റു കുട്ടികളെ രക്ഷപ്പെടുത്തുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഭയങ്കര നമ്മൾ ഹീറോയിസം അയാൾ കണ്ടു. അപ്പോൾ ആരാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി പിറ്റേ ദിവസം അറിഞ്ഞത് ഇദ്ദേഹമാണ് നമ്മുടെ VM സുധീരൻ എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ. അത് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ എന്തൊക്കെയോ ആണ്, എനിക്ക് ഓർമ്മയില്ല ഏതാ പൊസിഷനിൽ. അപ്പോൾ VM സുധീരൻ്റെ ആ ഒരു രാഷ്ട്രീയമായ ഇടപെടലുകൾ എൻ്റെ മനസ്സിൽ ഒരു ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഒരു ആരാധന, ആ ഒരു ലീഡറോടുള്ള ഒരു ആരാധന ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പിന്നെ കോളേജ് ചേർന്നപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല, KSUവിൽ ചേർന്നു. അതായത് VM സുധീരനാണ് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അത് സീരിയസ് ആക്റ്റീവ് പോളിറ്റിക്സിലേക്കുള്ള എൻ്റെ എൻട്രിയുടെ വാതിൽ തുറന്നു തന്നത് അദ്ദേഹമാണ്. പിന്നെ എവിടെ കോൺഗ്രസ് നഷ്ടപ്പെട്ടത്? കോൺഗ്രസ് നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ BSc കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിരുന്നു. BSc കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു. ഈ KSUവിൻ്റെ ഞങ്ങളുടെ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. അന്നത്തെ രാഷ്ട്രീയമല്ല പിന്നീട് വന്ന KSUവിനൊക്കെ ഉള്ളത്. അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ദർ ഇസ് എ കമ്മിറ്റ്മെൻറ്റ്, ദർ ഇസ് എ കൺവിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ BSc കഴിഞ്ഞപ്പോൾ അപ്പം ഞാനങ്ങ് ഈ പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു നാച്ചുറലി. ഈ രാഷ്ട്രീയവും പിന്നെ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും ആ സമയത്ത് അച്ഛന് ഞാൻ രാഷ്ട്രീയത്തിലുള്ള കാര്യം അറിയില്ല അന്ന്. രഹസ്യമായിട്ടുള്ള പ്രവർത്തനം. പക്ഷെ ഒരിക്കൽ കേരളവർമ്മ കോളേജിൽ പോയിട്ട് അടിയുണ്ടാക്കി. അവിടെ നമ്മുടെ എതിർ ഗ്രൂപ്പ് SFIക്കാരൻ്റെ തലക്കടിച്ച് ഇതുണ്ടാവും, ചോരൊക്കെ വന്നു. അവർ ഞങ്ങളെ തെല്ലാം, അവർ ഗേറ്റ് ക്ലോസ് ചെയ്തു. ഞങ്ങൾ ഗേറ്റ് ചാടി ഓടി റെയിൽവേ ട്രാക്കോടൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ കണ്ടാലറിയാവുന്ന 7 പേര്. അപ്പോൾ കണ്ടാലറിയാവുന്ന ഒരാൾ ഞാനാണ്. എൻ്റെ ഏറ്റവും വലിയ ഭയം എന്ന് വെച്ചാൽ ഇത് അങ്ങനെ അച്ഛനറിഞ്ഞാൽ, പിന്നെ ഭാഗ്യം എന്ന് വെച്ചാൽ അവർക്ക് പേര് കിട്ടിയില്ല, ആരാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ കണ്ടാലറിയുന്ന 7 പേരാണ് ഇത് ചെയ്തെന്നുള്ളതുണ്ടായിരുന്നു. അത് അച്ഛൻ്റെ തീരെ അറിയില്ല. അപ്പോൾ അച്ഛൻ്റെ വലിയ പേടിയായിരുന്നു. അച്ഛൻ ഭയങ്കര പ്രശ്നമാണ്. അല്ല, ഞാൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഒരാൾ ഈ പറയുന്നത് അറിയുമ്പോൾ എന്തായാലും വിഷയം ഉണ്ടാക്കും. അത് ഭയങ്കര വളരെ ഇതുണ്ടായിരുന്നു, വളരെ പേടിയായിരുന്നു.
അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ടെറർ ലൈഫിൽ നിന്ന് കോളേജ് ഇങ്ങനെ ഒരു ബഹളമൊക്കെ ആയിട്ട് പിന്നെ എപ്പോഴാണ് നമുക്ക് ഒരു ജീവിതത്തിലേക്ക് അതിനിടയിൽ പട്ടാളത്തിലേക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായി, അതായിരുന്നു ജീവിത ലക്ഷ്യമായിട്ട് കണ്ടിരുന്ന ഒരാള്. അതിലേക്ക് എപ്പോഴാണ് ഒരു മാറ്റം വന്നത്? അല്ല, ഞാൻ SSLC പഠിക്കുമ്പോൾ തന്നെ ഞാൻ പട്ടാളത്തിൽ എനിക്ക് ഭയങ്കര, ഞാൻ NCC ഉണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുന്നത് അന്നൊക്കെ ആഗ്രഹമായിരുന്നു. അവരുമായിട്ട് യുദ്ധം ചെയ്യണം, അവരെ കൊല്ലണം, അങ്ങനെയുള്ള അന്നത്തെ ഒരു അപക്വമായ ചില ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ആർമിയിൽ ചേരാണെന്നുള്ള ഇത് വന്നത്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതിൽ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിക്ക് അതിലേക്ക് ഞാൻ തന്നെ. അപ്പോൾ അന്ന് വായന ഒന്നും ഉണ്ടായില്ല. വായനയുള്ളത് കൊണ്ട് ഞാൻ അന്ന് ഒരു മാഗസിൻ ഇറങ്ങുമായിരുന്നു, കോമ്പറ്റീഷൻ റിവ്യൂ എന്ന് പറഞ്ഞു. അത് ഈ കോമ്പറ്റീഷൻ റിവ്യൂ എന്ന് പറയുന്ന മാഗസിനിൽ മുഴുവനും ഈ കരിയറിനെ എന്തൊക്കെയാണ് നമുക്ക് എക്സ്പോഷർ ടു കരിയറാണ്. പല പല പോസ്റ്റിംഗ്, പല 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 അക്കാഡമിക് കോഴ്സ്, കരിയർ ഗുരു പോലൊരു സാധനം അങ്ങനെയുള്ള. അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയതിന് NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ഒരു ഇതുണ്ട്. ഞാൻ അതിൽ അച്ഛനോടും അമ്മോടും ചോദിക്കാണ്ട് ആപ്ലിക്കേഷൻ എഴുതി അയച്ചു. അതിൻ്റെ ഇൻ്റർവ്യൂ കാർഡ് വന്നു. കാർഡ് വന്നപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെയാണ്, എനിക്ക് ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അച്ഛൻ്റെ അടുത്തേക്ക് എത്തി. അച്ഛൻ പറഞ്ഞു ഓക്കെ, നല്ല കാര്യമല്ലേ, അതിൽ പോയിട്ട് വരട്ടെ. അങ്ങനെ അപ്പോൾ അമ്മ പറഞ്ഞു അല്ല, പോകാനായിട്ടുള്ള കാര്യങ്ങൾ ടിക്കറ്റ് എടുക്കണ്ടേ, ട്രെയിൻ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ എടുക്കണമല്ലോ, അയാൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കട്ടെ. തനിയോ എൻ്റെ മോൻ എന്നാണ് അമ്മ പറയുന്നത്. അമ്മയുടെ കൺസേൺ അതാണ്, ഒറ്റയ്ക്കാണ് പറഞ്ഞത്. അതെന്താ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്, ഫസ്റ്റ് ടൈം. ഞാൻ കണ്ടിട്ട് തന്നെയല്ലേ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ അവിടെ അന്വേഷിച്ച് അവിടെ പോകുന്നു. അച്ഛൻ പറഞ്ഞ് അവിടെ പോവുക, അവിടെ കൗണ്ടേഴ്സ് ഉണ്ടാവും, അവിടെ പോയി ചോദിച്ചാൽ അവരൊരു പേപ്പർ വരും, അതിൽ ആപ്ലിക്കേഷനിൽ ഫില്ലപ്പ് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ അവരൊരു പണ്ടത്തെ ഒരു കാർഡ് ബോർഡിലാണ്, കഷ്ണം ഇത്ര പോകുന്നൊരു കഷ്ണത്തിലാണ് അത് കിട്ടും. അതിലെല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. പൈസ കൊടുക്കുക, തിരിച്ചു വരിക. അങ്ങനെ അത് ഞാൻ തന്നെ പോയി. അതാണ് അച്ഛൻ്റെ അന്നത്തെ ട്രെയിനിങ് ആണ്. നമ്മൾ സ്വയമായിട്ട് നിങ്ങൾ പോകണം. അതിന് വേണ്ടി ഒരാൾ ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ യാത്രാ സമയമായി, യാത്രാ ഡേ ആയി. അപ്പോൾ അമ്മയ്ക്ക് ടെൻഷനാണ്, ഒറ്റയ്ക്ക് വിടണ്ടേ. അപ്പോൾ അച്ഛനോട് പറഞ്ഞു അല്ല, എങ്ങനെ ഒറ്റയ്ക്ക് വിടാം, നിങ്ങൾക്കൊന്ന് കൂടെ പോയി. അച്ഛൻ പറഞ്ഞു എൻ്റെ ആവശ്യമില്ലല്ലോ, ബാംഗ്ലൂരിലല്ലേ, ട്രെയിൻ ടിക്കറ്റ് ഉണ്ട്, അവിടെ പോവാം. അത് ഞാൻ തനിയെ യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞാൽ ബാംഗ്ലൂർ ഇറങ്ങാം, അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾസ്മാരിന് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, വേറെ ആരുടെടുത്തും വഴി ചോദിക്കരുത്. അങ്ങനെ ഞാൻ അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാംഗ്ലൂർ എന്നുള്ള ബോർഡ് നോക്കണം. 6 മണിക്ക് എണീക്കാൻ പറഞ്ഞു രാവിലെ. എനിക്ക് നോക്കണം സ്റ്റേഷൻ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ട്രെയിൻ പോകുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് കണ്ടപ്പോൾ അവിടെ ചാടി ഇറങ്ങി. ഞാൻ ഇറങ്ങി കുറച്ച് ഞാനിപ്പോൾ വണ്ടി പോവുകയും ചെയ്തു. അപ്പോൾ ഭയങ്കര വിജനമായ ഒരു സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോയപ്പോൾ ആരുമില്ലല്ലോ, കുറച്ച് ആൾക്കാർ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാംഗ്ലൂർ സ്ഥലം. അപ്പോൾ അയാൾ പറഞ്ഞു ബാംഗ്ലൂർ അല്ല സിറ്റിയാണോ എനിക്കറിയില്ല, എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിധാൻ സൗദിയിലേക്ക് പോകണം. അത് ബാംഗ്ലൂർ സിറ്റിയിലാണ്, ഇത് ബാംഗ്ലൂർ കണ്ടോൺമെൻ്റ് ആണ്, അതിൻ്റെ മുമ്പിലുള്ള സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചു തരാം, നിങ്ങളതിൽ പോയാൽ മതി. അപ്പോൾ ഓട്ടോക്കാരനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വിധാൻ സൗദിയിൽ കൊണ്ട് ആക്കാൻ പറയും. അങ്ങനെയാണ് അന്ന് അവിടെ പോയി എഴുതി. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതൊരു പരാജയമായിരുന്നു അല്ലേ? അത് ആഗ്രഹിച്ച പോലൊരു ഇല്ല കിട്ടിയില്ല. അതിൽ തോറ്റി. അതിന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ AFMC ആം ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ ഞാൻ നോക്കി. അതിൻ്റെയും ഇതൊക്കെ എഴുതി, അതിലും തോറ്റു. പിന്നെ BSc കഴിഞ്ഞു. പക്ഷെ ട്രെയിനിങ്ങിനെല്ലാം ഈ പറഞ്ഞ പോലെ 1ാം റാങ്കിലും എല്ലാം ചെയ്ത് നിന്ന് അതെന്തുകൊണ്ടായിരുന്നു എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പരീക്ഷയ്ക്ക്? അതാണ് ഫെയ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ ഫെയ്റ്റ്. അതാണ് വിധി എന്ന് പറയുമല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാനൊരു പട്ടാളക്കാരനാവാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഞാനൊരു സിനിമാ നടനായ ഒരാളാണ്. എന്താണ് അതിൻ്റെ ഒരു അർത്ഥം? ഒരുപക്ഷെ പട്ടാളക്കാരനായിരുന്നെങ്കിൽ വേറെ രീതി ആയാലേ ജീവിതം. വേറെ രീതി.
ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ റിട്ടയർഡൊക്കെ ആയി വേറെ എവിടെയെങ്കിലുമൊക്കെ സെറ്റിലായി കേണല്ലോ ലെഫ്റ്റനന്റ് കേണല്ലോ അങ്ങനെ മേജറൊക്കെ ആയിട്ട് ഇപ്പൊ റിട്ടയർഡ് ആവുന്ന സമയമായിരുന്നു അല്ലേ? അതെ അതെ. ഈ ആ ഒരു ചിന്തയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ആ വിധിയാണോ ശരിക്കും പിന്നീട് വെള്ളത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത്, വെള്ളത്തിൽ ചാടിച്ചത്? അതിനുശേഷം ഞാൻ ചെന്നൈയിൽ ഈ ഷോർട്ട് സർവീസ് കമ്മീഷനിൽ കിട്ടാണ്ടായല്ലോ, അതിൽ തോറ്റല്ലോ. ആ തോറ്റ സമയത്ത് അപ്പം ഞാൻ നാട്ടിൽ പോകാനായിട്ട് ഞാൻ മടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ഇവിടെ എന്നെ SI ആക്കാൻ വേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ലീഡറായിട്ട് അച്ഛന് വലിയ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ കെ കരുണാകരൻ സാറായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു സീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു SI ആവാനായിട്ട്. എനിക്കാണെങ്കിൽ പോലീസിൽ ചേരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന അച്ഛൻ എന്നെ പിടിച്ച് പോലീസുകാരനാക്കി. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചെന്നൈ തന്നെ നിന്നു. അമ്മയ്ക്കൊരു കത്ത് എഴുതി. അന്ന് ഇൻലൻഡ് കത്തുകൾ, ബ്ലൂ കളറിൽ. അപ്പോൾ അത് ഞാൻ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇവിടെ ഒരു ചില പരിപാടികളുണ്ട്. അപ്പോൾ അമ്മ ആകെ വിഷമിച്ചിട്ട് ഇത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞോട് നിൽക്കട്ടെ അമ്മ, ഞാനത് ശരിയാക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആലോചിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ആലോചിച്ചിട്ടപ്പോൾ അങ്ങനെ ഒരു പരസ്യം, ഹിന്ദുവിലൊരു പരസ്യം കണ്ടു. ഈ മാർക്കറ്റിംഗ് ഓഫീസേഴ്സ്, അതിന് ട്രെയിനീസ്, അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാനതിന് ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ ഇൻ്റർവ്യൂവിനെ വിളിച്ചു. അപ്പോൾ 3 പേരടങ്ങുന്ന ഒരു ബോർഡാണ്. ആ ബോർഡിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അതിൽ മെയിൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഒരു MG മേനൻ എന്ന ആളാണ്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ പറഞ്ഞു ശരി യു വെയിറ്റ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ആ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിപ്പിച്ചു. മേനോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഈ ജോലിക്ക് കറക്റ്റാണ്, നിങ്ങളെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വേണം ഇപ്പോൾ തരാം, പക്ഷേ അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരാളാണ് കയറി പോകാനായിട്ട്. അപ്പോൾ ഗ്രാജുവേഷൻ മാത്രമായതുകൊണ്ട് തന്നെ, ആ ഗ്രാജുവേഷൻ മാത്രമുള്ളതുകൊണ്ട് നിങ്ങൾക്കത് കയറ്റം കിട്ടില്ല. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് കുറച്ചുകൂടി സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പഠിക്കാനൊന്നും പറ്റില്ല, അത് മതി, ഇനിയിപ്പോൾ അടിക്കണമെങ്കിൽ കാശിന് വേണ്ടിയിട്ട് അച്ഛൻ പിടിച്ച് തന്നെ പോലീസുകാരനാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അയാളൊരു ഓപ്ഷൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഈ മാനേജ്മെൻറ്റ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിന് MBA എടുത്തു കൊടുക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം നിങ്ങളെ. അതിനൊരു ബോണ്ട് എഴുതി കൊടുക്കണം, ഇവിടെ വർക്ക് ചെയ്യൂ, 5 വർഷത്തിൽ നിങ്ങൾ ഞങ്ങളുടെ ഇതിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ലാണ്ട് ഇവിടെ. അവർക്ക് അത്രയും ബോധിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു സ്കോളർഷിപ്പ് പോലെയുള്ള ഒരു സംഗതിയായിരുന്നു. അങ്ങനെ ഞാൻ അതിന് ചേർന്ന് ആ ഡിഗ്രി എടുത്തിട്ട് തന്നെ അവർ ടൊട്ടിക്കറിനിലേക്ക് ആണ് എൻ്റെ പോസ്റ്റിംഗ്. അവിടെ പോയി ജോയിൻ ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു. ഞാൻ വിചാരിച്ചു അവിടെ ആണെങ്കിൽ യഥാർത്ഥ സ്വഭാവം പുറത്തു ബോറടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ നേരെ ചെന്നൈ വന്ന് മേനോൻ സാറിനെ പോയി കണ്ടു. അപ്പോൾ ബോണ്ട് ഞാൻ പറയാം. അവിടെ ചെന്നിട്ട് മേനോൻ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കിത് താല്പര്യം ഇൻട്രസ്റ്റിംഗ് അല്ല. അപ്പോൾ അയാളെ താൻ എന്ത് വിട്ടിത്തരായി പറഞ്ഞ, താൻ ബോണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് സ്റ്റാമ്പ് പേപ്പറിൽ, അതിൻ്റെ എക്സ്പെൻസ് എത്രയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഒന്നുകിൽ ഈ എമൗണ്ട് അടയ്ക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് അത് വീട്ടണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ഇദ്ദേഹത്തെ പോയി കാണും എല്ലാ ദിവസവും. അവസാനം ഞാൻ പറഞ്ഞു, സാർ ഞാൻ വേറെ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യില്ല, നിങ്ങളുടെ നിങ്ങൾ എനിക്ക് ദാനം തന്ന ഈ ഡിഗ്രി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു വർക്കിനും എൻ്റെ ജീവിതമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കില്ല. എനിക്ക് സ്വന്തമായ ഒരു തൊഴിൽ കണ്ടെത്താൻ വേണം എനിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് വേണ്ടാന്ന് പറയുന്നത് വെച്ചാൽ. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി കൊള്ളാം, അങ്ങനെയാണല്ലോ സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു ബോർഡ് മീറ്റിങ്ങിൽ വെക്കട്ടെ. എനിക്ക് ഹോപ്പൊന്നുമില്ല, എന്ത് പറയുന്നത് അറിയില്ല, പക്ഷെ തൻ്റെ ഈ ഒരു പോയിന്റിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ദയവ് തോന്നിയാൽ എന്തെങ്കിലും സംതിങ് ഒരു ഇതുണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു.
അപ്പോൾ ബോർഡ് മീറ്റിങ്ങിൽ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇയാൾ പോയിക്കോട്ടെ, കാരണം അയാളൊരു ചെറുപ്പക്കാരനാണ്, ambitious ആണ്, ലെറ്റ് ഹിം ഗോ. പക്ഷേ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരില്ല, അത് വെച്ചിട്ട് താൻ വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് സറണ്ടർ ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട. ഞാനൊരു പറഞ്ഞു എനിക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പോവില്ല എന്നാണല്ലോ പ്രോമിസ് ചെയ്തത്. ആ പ്രോമിസ് പ്രകാരം ഞാനിത് സറണ്ടറിങ് ടു യു സർട്ടിഫിക്കറ്റ് അത് കൊടുത്തു. ഇതിപ്പോഴും അവിടെ ആയിരിക്കുമോ? അപ്പോഴും അവിടെ ഉണ്ടാവും, അറിയില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ പുറത്തേക്ക് വന്നത്. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ സിനിമ അല്ലല്ല, അതിനുശേഷം ഞാനൊരു ഇൻഡസ്ട്രി ഇടാനായിട്ട് തോന്നി. ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഇതിനൊക്കെ ഫണ്ട് എവിടെ ഞാൻ അല്ലല്ലേ ഇൻഡസ്ട്രി ഇടാനായിട്ട് അച്ഛൻ്റെ അടിയാണ്. അച്ഛൻ ആദ്യം ഒബ്ജക്റ്റ് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ അന്ന് ഈ തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഒരു സ്കീം ഉണ്ടായിരുന്നു. എലിജിബിൾ ആയിട്ടുള്ള ഗ്രാജുവേറ്റിന് അവർ സീഡ് ക്യാപിറ്റൽ വരെ കൊടുക്കും. സീഡ് ക്യാപിറ്റൽ വരെ കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. ആ സ്കീമിൽ ഞാൻ TISൽ അപ്ലിക്കേഷൻ കൊടുത്തു, അവർ സാങ്ഷൻ ചെയ്തു. പിന്നെ തമിഴ്നാട്ടിൽ പിന്നെ അമ്പത്തൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എനിക്ക് ഷെഡ് കിട്ടി. അവിടെ അങ്ങനെ ഞാൻ അങ്ങനെ അവിടെ ഇത് അച്ഛൻ്റെ കുറച്ച് പൈസയൊക്കെ വാങ്ങും, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ആ ഫ്ലാറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വായനയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഫ്ലാറ്റിൽ 5 പേര് എപ്പോഴും ഉണ്ടാവും. എല്ലാവരും ഈ സാഹിത്യകാരന്മാരാണ്, എഴുത്തുകാരാണ്. എനിക്ക് അവരൊക്കെ വലിയ ബഹുമാനമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ജോലിക്ക് പോകും, ഇവരെൻ്റെ വീട്ടിൽ. അവർ നല്ല മദ്യപിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അവരായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചർച്ച. അതിനകത്ത് വിക്ടർ ലീനസൺ എന്ന് പറയുന്ന എന്നെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് വിക്ടർ ലീനസൺ. അദ്ദേഹം പണ്ട് ഇവിടെ ബോംബെയിൽ നിന്നൊരു മാഗസിൻ ഇറങ്ങുമായിരുന്നു, ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ ഈ വലിയൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഈ അഴിമതിനെ പറ്റിയും പിന്നെ സ്റ്റിംഗ് ഓപ്പറേഷൻസ് അന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മാഗസിനാണ് ബ്ലിറ്റ്സ് എന്ന് പറയുന്നത്. കരാഞ്ചിയ BK കരാഞ്ചിയ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ഓണർ. അതിൻ്റെ സദേൺ സ്റ്റേറ്റ്സിൻ്റെ ഈസ് ദി റിപ്പോർട്ടർ, ഹെഡായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുകയൊക്കെ. അപ്പോൾ ഒരുപാട് വായിക്കുകൾ. അങ്ങനെ ഇദ്ദേഹം വായിക്കുന്ന ബുക്സൊക്കെ എനിക്ക് തരും, അത് ഞാൻ വായിക്കും. അങ്ങനെ ഞങ്ങളൊരു ചർച്ചയൊക്കെ ഉണ്ടാവും, നല്ല ഇൻട്രസ്റ്റിംഗ് ചർച്ചകളാണ്. ഒരു ദിവസം എനിക്ക് ഒരു ബുക്ക് തന്നു. ആ ബുക്ക് പറഞ്ഞത് വെള്ളം എന്നൊരു നോവലാണ്. NN പിഷാരടി സാർ എഴുതിയത് സാധനം. അത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് എനിക്ക് തോന്നി. ആ നോവലാണ് ഒരുപാട് വിഷ്വലായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചർച്ചയിൽ വിക്ടർ എന്നോട് പറഞ്ഞു, എടോ ഇത് സിനിമയായാലുണ്ടല്ലോ ഭയങ്കര സംഭവമായിരിക്കും, ചെമ്മീന് ശേഷം മലയാളത്തിലൊരു ലാൻഡ്മാർക്ക് ഫിലിമാക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ എനിക്കും തോന്നി അത് നല്ല ഒരു ഓപ്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ വിഡ്ഢിത്തരത്തിന് എനിക്ക് തോന്നി ഞാൻ തന്നെ സംവിധാനം ചെയ്താലോ. ഞാൻ ആലോചിച്ചു. അപ്പോൾ വിക്ടർ ഇവിടെ പറയാം, കിഴങ്ങ നീ സംവിധാനം ചെയ്യാൻ പോവാ, എന്തറിഞ്ഞിട്ടാടാ നീ പോകുന്നു ഫുൾ എന്നൊക്കെ പറയാം. കുറേ ചീത്ത പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തോ നമ്മുടെ ഫ്രണ്ട് പറയാന്ന് ചോദിച്ചു. ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് വിഷമം തോന്നിയിട്ടോ അന്ന്. കാരണം ഇവരെന്താ അങ്ങനെ ബാക്കി എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി, ഇയാൾ സമ്മതിക്കില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്നെ കൺവിൻസ് ചെയ്തു വിക്ടർ. ഇത് സംവിധാനം എന്ന് പറഞ്ഞാൽ അത്ര ഈസി മെത്തേഡല്ല, ഇത് സിനിമയായി കാണാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അത് എനിക്കുണ്ടായിരുന്നു ഒരു സിനിമ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച, കേരളത്തിൻ്റെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയും കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയും കൂടി ഉണ്ട് ആ ഒരു ടൈം പീരീഡിൽ, മനസ്സിലായി. അപ്പോൾ അത് എനിക്ക് വലിയൊരു ഇതാണ്. അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ട്, ഒരു വിഷ്വൽസ് ഉണ്ട്. വെള്ളപ്പൊക്കം ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു നമുക്കിത് സിനിമയാക്കണം. അപ്പോൾ ഇൻഡസ്ട്രി അവിടെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ സിനിമയാക്കാൻ അപ്പോൾ ആരെ സംവിധാനം ചെയ്യണമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലുള്ളത് ഹരിഹരൻ സാറാണ്.
അപ്പോൾ അന്ന് ഇടവേള പൂച്ച മിണ്ടാപ്പൂച്ച എന്നൊക്കെ പറഞ്ഞ പടങ്ങളൊക്കെ റിലീസ് ചെയ്ത സമയമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സബ്ജക്റ്റിന് അദ്ദേഹം ആണ് ആപ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹത്തെ എടുത്ത് പോയാലൊക്കെ ഭയങ്കര തമാശ രൂപത്തിലാണ്. കാരണം അദ്ദേഹം എന്നെ കാണുന്നതും എന്നോട് ചോദിക്കുന്നത് അങ്ങനെ ഭയങ്കര അത് വേറെ സമയത്ത് ഞാൻ പറയാം. അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആരെ എഴുതുമെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഇതിൻ്റെ ഓർഡർ തന്നെ എഴുതിക്കോട്ടെ, എൻ പിഷാരടി തന്നെ സ്ക്രിപ്റ്റ് എഴുതട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിച്ചു. എഴുതി കൊണ്ടുവന്നു, വായിച്ചു. അപ്പോൾ ഞാനും അരൻ സാറും ബഹദൂർക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ എൻ പിഷാരടിയും കൂടിയിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് വായിക്കുകയാണ്. സ്ക്രിപ്റ്റ് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് അപ്പം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നോവൽ വായിച്ചതിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല. സ്ക്രിപ്റ്റ് ആയപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ്, ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ എനിക്ക് തോന്നി. ഞാനൊന്നും മിണ്ടുന്നില്ല, കാരണം എനിക്ക് അത്ര പ്രായമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ സ്ക്രിപ്റ്റ് അപ്പോൾ പല സ്ഥലങ്ങളിലും ഇദ്ദേഹം ചില സീനൊക്കെ വായിച്ചിട്ട് കണ്ണാട മാറ്റി വെച്ചിട്ട് ആകെ ഇമോഷൻ. അപ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തോന്നുന്നുണ്ട്, അത് തോന്നുന്നില്ല. ഇയാൾക്കാണെങ്കിൽ ഭയങ്കര തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ അറിവുകേട് കൊണ്ടാണെന്ന് ഞാൻ മിണ്ടാണ്ടിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കര വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം കൃഷ്ണനുവേണ്ടി ഇങ്ങനെ നടന്നു പോകുന്നു. അവിടെ അവസാനിക്കുന്നു. ഇത് വെച്ചു കണ്ണട ഇളനിരിക്കുക. അപ്പം ഞാൻ പതുക്കെ അരൻ സാറിനെ നോക്കി, ബൗദ്ധർക്കാനെ നോക്കി. അവരും തല കാറ്റാത്തിരിക്കുക. ഞാനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ബൗദ്ധർക്ക് പറഞ്ഞു, എടോ പിഷാരടി, താൻ ഇപ്പോഴാ പഴയ കുട്ടിക്കുപ്പായത്തിലാണ്. അന്ന് പണ്ടൊരു കുട്ടിക്കുപ്പായ എന്നൊരു പണ്ടുണ്ടായിരുന്നു. അതിലാണ് ഇപ്പം നിൽക്കുന്നത്. എടോ പുഴയിലൂടെ വെള്ളം കുറേ ഒഴുകിപ്പോകും. ഇപ്പോൾ സിനിമ ഒക്കെ മാറി. ഇവൻ ഒരുത്തൻ കുറെ കാശും കൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് താൻ സ്ക്രിപ്റ്റ് എഴുതിയത് ചോദിച്ചു. എൻ്റെ ദൈവമേ, അത് ഇവർ രണ്ടുപേരും അടിയായി. അദ്ദേഹം പറഞ്ഞു, എടാ എൻ്റെ പേനയുടെ തുമ്പിലൂടെ അവിടെ നീയൊക്കെ നടനായത്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര അടിയായി. അങ്ങനെ അരൻ സാറ് പറഞ്ഞു, എടോ പിടിച്ചു മാറ്റി കണ്ടേ. അങ്ങനെ രണ്ടെണ്ണം പിടിച്ചു മാറ്റി കാറിൽ വിട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് വേറെ ആരെങ്കിലും എഴുതി. അപ്പോൾ ഞാൻ ചോദിക്കും ആരാ അടിക്കുമെന്ന് പറഞ്ഞു. ഇതിന് ഏറ്റവും നല്ലത് MT ആണ്. അന്ന് ആ സമയം MT വാസുദേവ ഉള്ള സമയമാണ്. പക്ഷെ അദ്ദേഹം എഴുതും തോന്നുന്നില്ല, കാരണം വേറെ ആളുടെ സബ്ജക്റ്റ് അല്ലേ, എഴുതും തോന്നുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അരൻ സാറ് പറഞ്ഞു അതിന് ട്രീറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എഴുതി തരാം. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആരൻ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ MT സമ്മതിച്ചു. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ അദ്ദേഹം ഇൻവോൾവായി ഈ കഥയിൽ. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ഇതാണ്, ആ ഒരു ഇതിലാണ് ഈ കോവിലകവും നായർ തറവാടുകളും അങ്ങനെയൊക്കെയുള്ള. അങ്ങനെ അദ്ദേഹം എഴുതാൻ തീരുമാനിച്ചു. ആ സിനിമ അങ്ങനെ ഉണ്ടായ കഥ. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എൻ്റെ ഇൻഡസ്ട്രി സ്വപ്നം അവിടെ അവസാനിച്ചു. ആ കാശ് കൊടുത്ത് ഞാൻ സിനിമയിൽ പോയല്ലോ. കാരണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മുഴുവൻ സിനിമയ്ക്ക് അച്ഛൻ്റെ പൈസ വാങ്ങിയത് മുഴുവൻ ഇവിടെ. അച്ഛൻ അറിഞ്ഞിരുന്നോ ഇത് ഇങ്ങനെ പടം പ്രൊഡ്യൂസ് ചെയ്ത? അപ്പം അറിയില്ല. കുറേ കഴിഞ്ഞിട്ട് ഇതിനൊരു ഒരു സമയത്ത് ഇതിന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പെട്ടെന്ന്. ചില ഷീലയായിരുന്നു ഒരു നായിക. അവർ കാലുമാറിയപ്പോൾ ഇത് കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആകെ ഒന്ന് ഇതായി. അങ്ങനെ അച്ഛനെ അറിഞ്ഞു. അച്ഛനത് പറഞ്ഞു. അച്ഛൻ ഇനി പൈസയ്ക്ക് വേണ്ടി ഇവിടെ വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നൈ തന്നെ നിന്ന് അവിടെ നിന്ന് കടം വാങ്ങി, ഇവിടെ നിന്ന് കടമൊക്കെ വാങ്ങിയിട്ട് പടം എല്ലാം തീർത്ത് ഒരു പാർട്ടിക്ക് ഞാൻ അതിൻ്റെ ഫുൾ നെഗറ്റീവ് റൈറ്റ് എഴുതി കൊടുത്തു. അതിന് പടം പിന്നെ അദ്ദേഹമാണ് ഇത് റിലീസ് ചെയ്തത്. ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് റിലീസ് ചെയ്തു. പക്ഷേ അദ്ദേഹം റിലീസ് ചെയ്യാനുള്ള അദ്ദേഹത്തിന് കേരളത്തിലെ റിലീസിനെ പറ്റി അറിയില്ലായിരുന്നു. തമിഴനാണ്. അയാൾ ജില്ലാടിസ്ഥാനത്തിലാണ് ചെയ്തത്. ട്രിവാൻഡ്രത്ത് മാത്രം റിലീസ് ചെയ്തു.
അത് കഴിഞ്ഞിട്ട് കൊല്ലത്ത് ചെന്നപ്പോഴേക്കും അവർ ട്രിവാൻഡ്രത്ത് നിങ്ങൾ റിലീസ് ചെയ്ത പടം ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ഓ അങ്ങനെയായി. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം വെച്ച് പിന്നെ റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അതോടെ പടം പോയി. എത്ര രൂപയുടെ കടം ഉണ്ടായിരുന്നു അന്ന്? 17 ലക്ഷം രൂപ അന്നത്തെ കാലത്ത്. ഇനി എങ്ങനെയാ അത് അന്ന് ഉറങ്ങി തീർത്തത് ആ ഒരു രാത്രി? അതാണ് തമാശ. അത് ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴും എൻ്റെ ഈ കൂട്ടുകാരെൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, 4 പേര്. അവര് അപ്പോൾ അവര് പറയാണ് ഞാൻ സുഖമായിട്ട് ഉറങ്ങും. ഇവര് പറയാ നിന്നെ ഇവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. എൻ്റെ ഈ പ്രോബ്ലം കാരണം അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു അത് പോയി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്പോൾ നില്ലായിട്ടോ. അപ്പം നമുക്ക് വരവ് നിന്നു, അച്ഛൻ്റെ നല്ല പൈസ നിന്നു, അതുപോലെ എല്ലാം പോയി. നിൽക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയിലായി പോയി. അങ്ങനെ ആലോചിച്ചു. ഇതിൻ്റെ ഒരു ന്യൂസൊക്കെ അരസാറിന് കിട്ടി. അങ്ങനെ അരസാർ പറഞ്ഞു. അപ്പോൾ ആ സിനിമയിൽ എന്നോട് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്യാരക്ടർ. സത്താറാണ് അത് പിന്നീട് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. ഒന്നാമത് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, രണ്ടാമത് അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവർ സത്താറിനെ കൊണ്ടുവന്നിട്ടാണ് അത് അഭിനയിപ്പിച്ചത്. അപ്പോൾ ഈ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞവരോട് തന്നെ അടുത്ത് അഭിനയിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഞാനൊരു പടം പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒരു 500 രൂപ കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു സിനിമ എൻ്റെ അടുക്ക് വരും. അങ്ങനെ ഒരു സിനിമയാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം. നമ്മുടെ രാജസേനൻ ഡയറക്ടറല്ലേ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിം. തുളസീദാസാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് രാജസേനൻ ഡയറക്റ്റ് ചെയ്ത പടം ആഗ്രഹം. അതിൽ എൻ്റെ നായികയായിട്ട് അഭിനയിച്ചത് മേനക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈഫ് അങ്ങനെയാണ് വെച്ചത്. അതാണ് ഫസ്റ്റ് വന്നത്. അത് 500 രൂപയ്ക്ക് വേണ്ടി പോയി അഭിനയിച്ചതാണ്. അവിടെ നിന്ന് പിന്നെ എപ്പോഴാ ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമ സീരിയസ് ആയിട്ട് എനിക്ക് വഴങ്ങുമെന്ന് തോന്നിയത്? സീരിയസ് ആയിട്ട് വഴങ്ങുമെന്ന് തോന്നിയത് ഞാൻ അഷ്ടപതി എന്നൊരു സിനിമ ചെയ്തു. അതിൽ ഗോപിയേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അമ്പിളി എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അത് ചെയ്തപ്പോൾ അതിൽ കുറേ ഇമോഷണൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിലും മേനക തന്നെയാണ് എൻ്റെ നായികയായിട്ട്. അത് ബാസിച്ചേട്ടൻ, സുമാരി ചേച്ചിയൊക്കെയാണ് അച്ഛനും അമ്മയായിട്ടൊക്കെ അഭിനയിച്ചത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കൊള്ളാലോ എന്നല്ല തോന്നി. എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള എനിക്കൊരു ഇത് തോന്നി, ഇഷ്ടം തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹരൻ സാറിൻ്റെ ഈ അമൃതം ഗമയ ഫസ്റ്റ് ഒരു ബ്രേക്ക് ഉണ്ടാക്കിയത്. അമൃതം ഗമയ ചെയ്ത് അതേ സമയത്ത് തന്നെ ആണ് ന്യൂഡൽഹിയിൽ നിന്നുണ്ട് സിനിമ വന്നു. ജോഷിയേട്ടൻ്റെ പടം. അത് ചെയ്ത് അതാണ് ശരിക്കും ഒരു ഞാനിത് നിൽക്കണമെന്ന് തോന്നിയത്. കാരണം ഞാൻ വില്ലനായിട്ട് വന്നു, വില്ലൻ എന്ന ഇതിലേക്ക് വന്നല്ലോ. ഒരു ചേഞ്ച് ന്യൂഡൽഹി തന്നെയായിരുന്നു എനിക്കൊന്ന്. മലയാളത്തിൽ ഇപ്പൊ മമ്മൂക്കൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഒരു ഭയങ്കര ബെഞ്ച് മാർക്ക് ആയൊരു ഒരു സെക്കൻഡ് ലൈഫ് കൊടുത്ത പടമാണത്. ആ ഒരു പടത്തോടെ ഇയാളൊരു കുറച്ച് വീക്കായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് ആ വീക്കായതിനു ശേഷം അയാൾക്കൊരു ലൈഫ് കൊടുത്തൊരു പടമാണ് ഈ ന്യൂഡൽഹി. അല്ല, അന്ന് കാലത്ത് അധികം ചിന്തിക്കാതെ ഈ പറഞ്ഞ ഡൽഹിയിൽ ഫുൾ ഷൂട്ട് ചെയ്യുക അല്ലേ, അത് വലിയ ഓർമ്മകൾ ഉണ്ടോ എന്തെങ്കിലും പറയാൻ ശരിക്കും ആ ഒരു സിനിമ, ആ ഒരു സിനിമയുടെ? പിന്നെ അന്നൊക്കെ എന്ന് അറിയോ, സിനിമയിൽ പോകുമ്പോൾ ഞാൻ സീരിയസ് അല്ലായിരുന്നു അന്ന് പോകുമ്പോഴും. അന്ന് ഇത് ഒരു ഇടക്കാലാശ്വാസം മാത്രമേ, കടം തീർക്കുക അത് മാത്രമുള്ള ചിന്ത. അപ്പോഴും ഞാൻ സിനിമയായിരിക്കും എൻ്റെ ഒരു ജീവിതമാർഗം എന്നുള്ള ചിന്ത അപ്പോഴും വന്നിട്ടില്ല. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ജഗന്നാഥവർമ്മ സാറും കൂടിയിട്ടാണ് ഫസ്റ്റ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഫ്ലൈറ്റിൽ പോയി അവിടെ ഇറങ്ങി ഒരു ഹോട്ടലുണ്ടാക്കി അവിടെ നിന്നു. അപ്പോഴാണ് ഞാൻ സിദ്ദിഖ്, മറ്റേ വിജയരാഘവൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആൾക്കാരും തമിഴിലെ അദ്ദേഹം അവരൊക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ എനിക്കറിയില്ല ഇത് എൻ്റെ റോളെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോഴാണ് ഒരു റോള് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തു, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നീട് 2 ദിവസം കഴിയുമ്പോഴാണ് ഇവർ വില്ലനാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ആ പടം ചെയ്തത്.
അത് ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു. ഒരു കരിയർ ബിൽഡ് ചെയ്യാനും തുടങ്ങാനും. ഓക്കെ, പിന്നീട് നമുക്ക് ഒരു സ്ട്രൈക്ക് ചെയ്തൊരു കഥാപാത്രം ഏതായിരുന്നു? ശരിക്കും ഇത് വളരെ സീരിയസ് ആയിട്ട് ഞാനിത് മുന്നോട്ട് പോകണമെന്ന് പറയാൻ കാരണം ഇതുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ മിന്നാമിലിംഗിന്റെ നുറുങ്ങുവട്ടം സിനിമ ചെയ്തത്, ഭരതേട്ടൻ്റെ. അതിന് ക്ലൈമാക്സ് സീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടീനെ ഞാൻ കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. അപ്പോൾ നെടുമുടി വേണുചേട്ടനും ശാരദ അത് ഹൈലി ഇമോഷണൽ സീനായിരുന്നു. ഞാൻ അങ്ങനെ ഇമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈമാണ് ഇമോഷൻ ചെയ്തത്. അപ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടി എന്തൊക്കെ കാണിച്ചു, അത് ഓക്കെ ആക്കി. അത് കഴിഞ്ഞ് ഇങ്ങനെ ആ സീൻ കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഭരതേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എടാ നീ കുറച്ചും കൂടിയും നീ ഇങ്ങനെ ഇത് ഗൗരവമായിട്ട് എടുക്കണം, നീ ഇങ്ങനെ കളിച്ച് നടക്കാൻ പറ്റില്ല, തടി ഉണ്ടല്ലോ. അപ്പോൾ അതല്ല അങ്ങനെയല്ല, അല്ല പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ജോൺ പോളും വന്നു. അപ്പോൾ ജോൺ പോൾ സാറ് പറഞ്ഞു, സർ ദേവൻ, ഇപ്പോൾ മലയാള സിനിമയ്ക്ക് മോഹൻലാലും മമ്മൂട്ടിയും നായകന്മാരാണ്. ഇനി 2-3 നായകന്മാരുണ്ടാവുന്നത് നല്ലതാണ് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്. ഇപ്പം ഞങ്ങൾ ഇത് കണ്ടപ്പോൾ, ഇപ്പോൾ ഈ സീൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി തനിക്കതാവാൻ പറ്റും. അത് മനസ്സിൽ വെക്കണം, കാരണം അല്ലാതെ ഇത് ഈസി ആയിട്ട് എടുക്കരുത്. ഇത് കുറച്ചും കൂടി സീരിയസ് ആവരുത്, ഇതൊരു കുട്ടിക്കളിയാവരുത്, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചെയ്യാൻ നോക്കണം, നന്നായിട്ടുണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു പ്രയോജനം, ഭയങ്കര മോട്ടിവേഷനായിരുന്നു. കാരണം നമുക്കൊരു ഒരു എനർജി തരുന്ന ഒരു സംഗതിയായിട്ട് തോന്നി. സാറ് പിന്നെ ശ്രമിച്ചില്ലേ ഈ പറഞ്ഞ പോലെ അവരുടെ ആ വാക്കുകൾ ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മാറാനും വേണ്ടിയിട്ട്? ശ്രമിക്കാണ്ടല്ല, ഞാൻ ഒരുപാട് ശ്രമിച്ചു. അങ്ങനെ ഇതിലേക്ക് വന്നു. ഞാൻ ആ വക ഒരു ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് പലരെയും വേദനിപ്പിക്കും ഞാനത് പറഞ്ഞാൽ. എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഹർട്ട് ദം. ഒരു സപ്പോർട്ട് ഇല്ലാതെ പോയതാണോ ശരിക്കും സംഭവിച്ചത്? സപ്പോർട്ട് ഇല്ലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല, ദ്രോഹിച്ചാലോ, അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിഷമമായിട്ട് കിടക്കുന്ന, അത് ഇപ്പോഴും വിഷമമുണ്ട് എനിക്കത്. അത് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതിൻ്റെ പേരിൽ മറ്റുള്ള ആൾക്കാരെ വിഷമിപ്പിക്കണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഞാനത് പറയുന്നില്ല. അതിനുശേഷം എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് തെലുങ്കിലേക്ക് എനിക്ക് വന്നു. ഞാൻ ഈ നായർ സാബ് എന്ന സിനിമ ഞാൻ ഭയങ്കര വില്ലനായിരുന്നു, വില്ലൻ റോള്. മമ്മൂട്ടിയാണ് നായകനായിരുന്ന സമയം. അത് നമ്മൾ കാശ്മീരാണ് നല്ല രസമായ ഒരു അനുഭവങ്ങളാണ് അതൊക്കെ. ആ സിനിമ റിലീസ് ചെയ്തിട്ട് ഭയങ്കര ഹിറ്റായി. എനിക്ക് വലിയ പേര് കിട്ടിയൊരു പടമാണ്. ഈ ന്യൂഡൽഹിക്ക് ശേഷം ഭയങ്കരമായി. അതുപോലെ മറ്റേ ഇതുണ്ടല്ലോ നാടുവാഴികൾ, അതൊക്കെ നല്ല പെർഫോമൻസിലൊക്കെ ഭയങ്കര ഇത് കിട്ടിയതാണ്. എന്നിട്ടും എനിക്ക് പടങ്ങൾ ഇല്ലാണ്ടായി. അതെ, അങ്ങനെ ഞാൻ ഈ സിനിമ നായർ സാഹിബിൻ്റെ റിലീസിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ചു നമുക്ക് ഒരു നായക സ്ഥാനത്തേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പലരും എന്നോട് പറയുകയും ചെയ്തു. പലരും എനിക്ക് അഡ്വാൻസ് തന്നു നായകനായിട്ട്, വലിയ സംവിധായകന്മാർ തന്നെ തന്നു. പക്ഷേ അവർക്കൊന്നും അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഏതാണ്ട് ഒരു 10-18 വർഷം, അല്ല ഒരു 18 മാസത്തോളം എനിക്ക് ഒരു പടം ഇല്ലാണ്ടായി. നായകനും ഇല്ല, വില്ലനും ഇല്ല, പടമില്ല. മാറി നിൽക്കേണ്ട സാഹചര്യം. അന്ന് ഈ പറഞ്ഞ പോലെ 23-ാമത്തെ വയസ്സിൽ സ്വന്തമായി ഒരു സിനിമ എന്താണെന്ന് പോലും അറിയാതെ ഒരു സിനിമ ഉണ്ടാക്കിയ ഒരാൾക്ക് എന്തുകൊണ്ട് ഇത്രയും ഒരു സാഹചര്യം ഉണ്ടായിട്ട് അന്നൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയില്ല? ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ എനിക്കൊരു താല്പര്യം കുറഞ്ഞു പോയി. അങ്ങനെ പിടിക്കാൻ അങ്ങനെ മാനസികമായി മടുത്ത് എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. അത് തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയും ഞാനത് വെള്ളം എന്ന സിനിമയിൽ ഞാൻ ഈ സംവിധാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അന്ന് മുതൽ. അപ്പോൾ ആ സിനിമയിൽ ഞാൻ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ പോലെയാണ് ഞാൻ വർക്ക് ചെയ്തത്. കാര്യങ്ങളിൽ ഞാൻ ഇടപെടും. അത്
അരൻ സാർ എപ്പോഴും എന്നോട് പറയും, ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഈ ക്യാമറയ്ക്ക് എനിക്കും പിന്നീട് ഇയാൾ എപ്പോൾ നോക്കിയാലും ഇയാൾ പിന്നിലുണ്ടാവും. എന്ത് വേണം അതെ, അത് റെഡിയാണ്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റി പഠിക്കുകയായിരുന്നു മാസത്തിൽ. ഇപ്പോൾ നമ്മളെ പിന്നെ ഈ നമ്മുടെ ഏകലവ്യൻ ദ്രോണാചാര്യരെ നിന്നും ഈ അഭ്യാസം ഒളിഞ്ഞു നിന്ന് പഠിച്ച പോലെ ഹരിഹരൻ്റെ എന്ന് ഡയറക്ഷൻ ഒളിഞ്ഞു നിന്ന് പഠിച്ച ആളാണ് ഞാൻ. ശരി, കാരണം ഞാനത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ ഈ സംവിധാനത്തിൻ്റെ ഒരു ഉള്ള ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു ചെറിയൊരു കനലുണ്ടായിരുന്നു. അതങ്ങനെ ഓതി വന്ന് ഇപ്പോൾ പോയി. അപ്പോൾ അതിനൊക്കെ എനിക്കൊരു പ്രയോജനം കിട്ടിയതും ഹരൻ സാറിൻ്റെ കൂടെയുള്ള വർക്കിങ്. പിന്നെ ഞാൻ ഈ പടങ്ങൾ, ഇപ്പോൾ ഞാനൊരു 375ഓളം പടങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. അതിലൊക്കെ ഏതാണ്ട് ഒരു 250 പടങ്ങളിൽ ഞാനൊരു അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് സ്വയം ഇൻവോൾവ് ചെയ്തത്. അഭിനയം മാത്രമല്ല, തെലുങ്കും തമിഴിലും ഒക്കെ ഞാനിത് എന്താണ് അവരുടെ എങ്ങനെയാണ്. ഇപ്പോൾ ജോഷിയേട്ടൻ്റെ അടുത്ത് പോയി ഒരുപാട് പഠിക്കാനുണ്ട്, ഫാസിൽ സാറിൻ്റെ അടുത്ത്, അരൻ സാറിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ ഒക്കെ അവരുടെ പടങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് അടുത്ത ഷോട്ട്, അങ്ങനെ ഞാൻ പഠിച്ചു വന്നു. സാർ ഇപ്പോൾ നേരത്തെ ഈ ഹരിഹരൻ സാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സാറിൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു വളരെ പേഴ്സണലി ഒരു ഇഷ്ടമുള്ള ഒരു സംവിധായകൻ, അതുപോലെ തന്നെ ഇപ്പോൾ അതിനൊരു ചർച്ച വരാനും കൂടി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കം വീരഗാഥ വീണ്ടും റിലീസാവാൻ, ഒരു അറ്റ്മോസ്ഫിയർ റിലീസാവാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ വിശേഷങ്ങൾ കൂടി ശരിക്കും അന്ന് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. ആ ഒരു ചിത്രത്തെക്കുറിച്ചും ഹരിഹരൻ സാറിനെ കുറിച്ചും എന്താ ഇപ്പോൾ ഓർക്കുന്നത്? ഹരിഹരൻ സാറിനെ പറ്റി പറയാനായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ പോരാ. ഈ ഒരു സമയം കൊണ്ട് എനിക്ക് ഹരിഹരൻ സാറിനെ പറ്റി പറയാൻ പറ്റില്ല. അതൊരു ഒരുപാട് വോളിയൂംസ് കടൽ പോലെ കിടക്കുകയാണ്. ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള മനുഷ്യൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലിബർ, അദ്ദേഹത്തിൻ്റെ ടാലൻസ്, ഒരു സംവിധായകൻ എന്നുള്ള ഇതിലേക്ക് ഒക്കെ കാരണം ഈ വളരെ തീവ്രമായ മനുഷ്യത്വമുള്ള ഒരാളാണ് ഹരൻ സാറ്. കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്, മനസ്സിലല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഓർക്കുമ്പോൾ ഒരുപാട് വേണ്ട സഹായത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ? വേണ്ട സമയങ്ങളിലൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ വെള്ളത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ഇതിനകത്ത്, ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഡിലേ വന്നു. അപ്പോൾ ഹരൻ സാർ അന്ന് ഏറ്റവും തിരക്കുള്ള സംവിധായകനാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഈ വെള്ളം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം 2-3 പടങ്ങൾ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് എൻ്റെ ഒപ്പം നിന്നു. ഏറ്റവും തിരക്കുള്ള സംവിധായകനായിരുന്നു അദ്ദേഹം അന്നൊക്കെ. ആ സമയത്ത് എൻ്റെ ഈ ഒരു പ്രോബ്ലം കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മറ്റേ പടം കുറച്ച് മാറ്റിവെക്കാം, നമുക്കിതങ്ങ് തീർക്കാം എന്ന് ഒരു സംവിധായകനും പറയില്ല, മനസ്സിലായി. അദ്ദേഹം അത് പറയല്ല, ചെയ്തു തന്നു. അപ്പോൾ എൻ്റെ ഒറ്റ ഒരു എയിം എന്ന് വെച്ചാൽ, ഇത് എന്ത് വന്നാലും ഞാൻ ഈ പടം റിലീസ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നിൽ ഒരു വിപ്ലവകാരിയോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അഡ്വഞ്ചറിസ്റ്റ്, സാഹസികൻ എൻ്റെ മനസ്സിൽ എന്നുണ്ട്. അപ്പോൾ ഈ പടത്തിന് പറ്റിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തതും ഒരുപാട് സോൾവ് ചെയ്ത് തന്നൊക്കെ അഡ്വൈസസ് തന്നിട്ട് സോൾവ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഷീലയുടെ മാറ്റം, ഷീലയ്ക്ക് പകരം പിന്നെ KR വിജയനെ കൊണ്ടുവന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 45,000-ഓളം ഫിലിം എക്സ്പോസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ പറ്റിയത്. അത് സാധാരണ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് ഹരൻ സാർ അല്ലെങ്കിൽ അത് നടക്കില്ല. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം അത് മാത്രമല്ല, ഈ പടം ഇതിന് ശേഷം ഞങ്ങൾ ബോംബെയിൽ ഇതിൻ്റെ ഒരു പനോരമ സെലക്ഷൻ കൊണ്ട് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടുത്തെ വലിയ ഫിലിം മേക്കേഴ്സ്, ആക്ടേഴ്സിനൊക്കെ ഞങ്ങൾ ഈ പടം കാണിച്ചു കൊടുത്തു. BR ചോപ്ര പോലെയുള്ള വലിയ ഭയങ്കര ഹെവി ബഡ്ജറ്റുള്ള പടങ്ങൾ. അപ്പോൾ അവർ പടം കണ്ടിട്ട് അവർ അതിശയിച്ചു പോയി. ഒരു മലയാള സിനിമ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ
ഒരു ബെഞ്ച് മാർക്ക് ആയിരുന്നു. ബെഞ്ച് മാർക്കായിരുന്നു. ഒരു മലയാള സിനിമയ്ക്ക് ഇങ്ങനെ നിങ്ങൾ എസ്പെഷ്യലി വെള്ളപ്പൊക്കം ഇങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അവർക്ക് സംശയമായിപ്പോയി. അത് അപ്പോൾ അരൺ സാറിൻ്റെ അടുത്ത് ബി ആർ ചോപ്രയാണെന്നും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചോദിച്ചു, എങ്ങനെ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്യാമറമാൻ, ഇതിൻ്റെ സംഘടന സംവിധായകൻ, ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ, പിന്നെ ദേ നിൽക്കുന്ന ഇയാൾ ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊരു സംവിധായകൻ അങ്ങനെ സാധാരണ പറയാറില്ല. യെസ്, ഞാൻ തന്നെ ചെയ്തതാണെന്ന് പറയാറുള്ളൂ, എൻ്റെതല്ല, ഞാനാണ് ചെയ്തതെന്ന് പറയുള്ളൂ. പക്ഷെ അദ്ദേഹം അത് ഷെയർ ചെയ്യാൻ തയ്യാറായി. ഇതിൻ്റെ ആ ഒരു മാമത്സ് ആയിട്ടുള്ളൊരു ഫിലിം, ഒരു എപ്പിക് പോലെ എടുത്തൊരു സിനിമയാണത്. മലയാള സിനിമയിൽ ഇന്നും ഞാൻ പറയാം അതൊരു എപ്പിക് ഫിലിമാണ്. കാരണം എപ്പിക് എന്നുള്ള പേര് ഉപയോഗിക്കാൻ കാരണം അതൊരു എപ്പിക് ആയതുകൊണ്ടാണ്. മനസ്സിലായി. അന്ന് ആ കാലഘട്ടത്തിൽ പടം ഫസ്റ്റ് മലയാളത്തിലെ ഫസ്റ്റ് സിനിമാസ്കോപ്പ് പടമാണ്. ഡിലേ ആയതുകൊണ്ടാണ് ഉദയക്കാരെ കൊണ്ടുപോയത് അതിൻ്റെ ആ സ്ഥാനം, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. ഓക്കെ. അപ്പോൾ വെള്ളം എന്ന ചിത്രത്തിൻ്റെ മുമ്പിലും പിന്നിലും വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒക്കെ നിന്നത്, എൻ്റെ കൂടെ നിന്നത് അരൺ സാറാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, തീവ്രമായ മനുഷ്യത്വം കൊണ്ടാണത് നിന്നത്. അല്ലെങ്കിൽ സാധാരണ ഒരു ഐ എം ഓൺലി എ ഡയറക്ടർ, എനിക്കെന്തിനാ ഇതിൻ്റെ പറയാൻ നടക്കാൻ കാരണം. അദ്ദേഹം അങ്ങനെയല്ല, എന്നെ ഒപ്പം നിന്നു കഷ്ടകാലം. പിന്നെ അത് മാത്രമല്ല, എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ഡബിൾ പോസിറ്റീവ് കണ്ടു. അപ്പോഴൊക്കെ ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഓടി നടന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഡബിൾ പോസിറ്റീവ് കണ്ട സമയത്ത് ഞാനും ഹരൺ സാറും പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഡബിൾ പോസിറ്റീവ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ഈശ്വര, ഇത് ഈ റെക്കോർഡിങ് മ്യൂസിക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ, സോങ്ങൊക്കെ എടുത്തത് ദേവരാജ മാഷ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി, ഇത് മാഷ് ചെയ്താൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അരൺ സാർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, അല്ല സാർ എങ്ങനെയുണ്ട്, താൻ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു കണ്ടു. അപ്പോഴങ്ങ് മിണ്ടായിരിക്കുക അങ്ങ്. അതുകൊണ്ട് പറഞ്ഞു, തന്നോട് ഞാനിത് എങ്ങനെ ചോദിക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ സാർ, എന്താ പ്രശ്നം? അതല്ല, ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ പടം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടല്ലോ, ഇതിന് ഇനി അതിൻ്റെ ഒരു ഗാംഭീര്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അത് പറയാൻ, കാരണം അന്ന് എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, തൻ്റെ പൊസിഷൻ എനിക്കറിയാം, പക്ഷേ ഇത് കാണുമ്പോൾ എനിക്കത് മാഷ് ചെയ്താൽ ശരിയാവും എന്നുള്ളൊരു തോന്നുന്നു. ഞാൻ പറഞ്ഞു, സാറിന് ആരെ വേണം ചോദിച്ചു. അല്ല, ഞാൻ ആലോചിക്കണത് സെലിൻ ചൗധരി ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ കുഴപ്പം? അപ്പോൾ അങ്ങേക്ക് സെലിൻ ചൗധരി വേണമെങ്കിൽ നമ്മൾ കൊണ്ടുവരില്ലേ? അടുത്ത ദിവസം ഫ്ലൈറ്റിൽ ഞാൻ കൽക്കട്ടയിൽ പോയി, അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട് 40,000 റുപ്പീസാണ്. അങ്ങനെ പറഞ്ഞു, 5 മുതൽ 6 ദിവസം വേണ്ടി വരും ഇതിൻ്റെ റെക്കോർഡിങ്ങിന് മാത്രം. ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ എത്ര സമയം എടുത്തോളൂ. അപ്പോൾ ഞാനതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു, 6 ദിവസം എനിക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ 20,000 റുപ്പീസ് അഡ്വാൻസ് കൊടുത്തത് ഞാൻ ഫ്ലൈറ്റിൽ വന്നു, തിരിച്ചു വന്ന് അരൺ സാറിന് വലിയ സന്തോഷമായി. അപ്പോൾ ആ സന്തോഷത്തിലും അദ്ദേഹത്തിനൊരു ദുഃഖം ഉണ്ടായിരുന്നു. എടോ, നമ്മൾ മാഷോട് എന്ത് പറയും? അവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു മനുഷ്യത്വത്തിൻ്റെ കാര്യം പറയാൻ കാരണം. ആ ചോദ്യം ചോദിക്കാൻ, എടോ, നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ദേവരാജ മാഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്ത് വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ്. നമ്മൾ ചെയ്യുന്നത് ശരിയല്ല വാസ്തവത്തിൽ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് സിനിമ സിനിമയാണ്, ചെയ്യാൻ പറ്റില്ല. താനൊരു കാര്യം ചെയ്യാം, മാഷെടുത്ത് പോയെന്ന് പറ, എന്നെ ഏൽപ്പിച്ചു.
അങ്ങനെ ഞാൻ മാഷെടുത്ത് പോയിട്ട് പറഞ്ഞു. അപ്പോഴേക്കും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഈ മ്യൂസിക് യൂണിയൻകാർ അന്ന് പ്രശ്നം ഉണ്ടായി, അവർ പ്രശ്നം ഉണ്ടാക്കി. അന്ന് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതിനുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും. അപ്പോൾ അങ്ങനെ അത് ഞാൻ എന്നിട്ട് മ്യൂസിക് യൂണിയനിൽ എനിക്ക് പോകേണ്ടി വന്നു. ഒരു വിചാരണ തന്നെ അവർ നടത്തി. അവസാനം അവർ പറഞ്ഞു 20,000 rupees ഫൈൻ കൊടുക്കണം മാഷിന്, എങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾ, എന്നിട്ട് മാഷിൻ്റെ എന്നൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു മാഷോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് വന്നു. മാഷൊന്നും വേണ്ടിയില്ല. അങ്ങനെ ഞാൻ മാഷക്ക് 20,000 rupees കൊടുത്തു. മാഷ് അപ്പോൾ ഈ വാതിലിൻ്റെ ഇങ്ങനെ ഡോറില്ലേ, ഡോറിൻ്റെ അവിടെ നിന്നിട്ടാണ് മാഷ്, ഞാൻ അപ്പുറത്ത് സംസാരിക്കാൻ. എൻ്റെ കയ്യിൽ നിന്ന് ഈ പൊതി വാങ്ങി, പുതിയൊരു പൊതിഞ്ഞൊരു ഒരു 25-ന്റെ ഒരു കെട്ട് 20-ന്റെ കെട്ട്. എന്നിട്ട് മാഷ് ഇങ്ങനെ ഇതിൻ്റെ ഈ കട്ട്ലയുടെ മേടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അവിടേക്ക് മാഷ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് നേരെ പോയി ഒരു സ്ഥലത്തിൽ എഴുതി തന്നു, എനിക്ക് വിരോധമില്ല കൊടുത്തു. അപ്പോൾ എൻ്റെ വാസ്തവത്തിൽ എനിക്ക് വല്ലാണ്ടൊരു ഫീലിംഗ് ഉണ്ട്. കാരണം ഇത്രയും മഹാനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ളത്. അരുൺ സാറിനും ഭയങ്കര വേദന തന്നെയായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ അദ്ദേഹം വന്ന് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് യാത്ര അയച്ചു. അപ്പോൾ പാങ്കുലോ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. അവിടെ ചെന്ന് ഞാൻ ബാക്കിയുള്ള 20,000 rupees ഫ്ലൈറ്റ് ടിക്കറ്റും അദ്ദേഹത്തിന് കൊടുത്തു. അത് കൊടുത്തു. അദ്ദേഹം എന്നോട് അദ്ദേഹം വാങ്ങിയ 20,000 rupees തിരിച്ച് എനിക്ക് തന്നു. സലീം ചൗധരി എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു സാർ അല്ല, ഇത് ഞാൻ അറിഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം അറിഞ്ഞു, അതുകൊണ്ട് എനിക്ക് 20,000 rupees മതി. ഞാൻ പറഞ്ഞു അന്നത്തെ കലാകാരന്മാരുടെ ആ ഒരു പവിത്രത ഞാൻ പറയണം, അവരുടെ ഒരു കലയോടുള്ള സ്നേഹം, കലയോടുള്ള ഒരു റെസ്പെക്റ്റാണ്. ഈ റിയാൻ സാറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ വടക്കൻ വീരഗാഥ വീണ്ടും ഒരു അടുത്ത ജനറേഷനിലേക്ക് 4K റിലീസായി വരാൻ വേണ്ടി പോയാണ്. അന്നത്തെ ഈ പറഞ്ഞ ഒരു ബെഞ്ച് മാർക്കായിരുന്നു, ഒരു കൾട്ടായിരുന്നു. കാരണം ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തെ അന്ന് വരെ മലയാളികൾ കണ്ടിരുന്നത് പക്ക ഒരു വില്ലനായിട്ടാണ് ആയിരുന്നു. അവിടെ നിന്ന് നേരെ ഒരു കഥാപാത്രത്തെ ഇത്രത്തോളം മാറ്റിമറിക്കാവുന്ന MDയുടെ ഒരു സ്ക്രിപ്റ്റ്, ആ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള സാറിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ ചിന്തകൾ എന്താണ്? അത് ഞാനെന്താ പറയുക, അത് പറയാം, അത് ഈ MTയുടെ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്, നല്ല കാര്യങ്ങളാണ്. അതൊരു വശം. ഈ ചന്തു എന്ന കഥാപാത്രത്തെ ഇങ്ങനെ മാറ്റി വേറൊരു ഒരു നായകൻ്റെ ഇതിലേക്ക് പരിവേഷത്തിൽ എത്തിച്ചു. അതൊക്കെ നല്ല സംഭവങ്ങളാണത്. ഇതിൻ്റെ പിന്നിൽ ആ ഒരു പരിവേഷം, അതായത് പിന്നെ MT എന്ന റൈറ്റർ ഇത് മാറ്റി എഴുതി പേപ്പറിൽ എഴുതിയിരിക്കുകയാണ്, സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുകയാണ് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ. പക്ഷേ ഒരു ചിത്രകാരൻ, ഒരു സിനിമാ സംവിധായകൻ ഇതെങ്ങനെ എടുക്കും എന്നുള്ളതാണ്. അതിന് ഞാൻ മാർക്ക് കൊടുക്കുക MTക്കല്ല. ഞാൻ എൻ്റെ അടുത്ത് മാർക്കിടാൻ പറഞ്ഞാൽ അവിടുത്തെ റൈറ്ററിനേക്കാളും വലിയ ഒരു സ്ഥാനം ഹരിഹരൻ എന്ന സംവിധായകനാണ്. ഇതിൻ്റെ വടക്കൻ വീരഗാഥ എന്ന പടത്തിൻ്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് സംവിധായകൻ ഹരിഹരനാണെന്ന് ഞാൻ പറയും. കാരണം അത്ര എളുപ്പമല്ല. കാരണം ജനമനസ്സുകളിൽ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു കൾട്ട് ഫിഗറാണ്, ഐക്കോൺ ചിന്ത. അതിനെ മാറ്റാണ്, ട്വിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ MT വാസുദേവൻ നായർ എന്ന സാഹിത്യകാരൻ, പ്രഗത്ഭനായ സാഹിത്യകാരൻ എഴുതി വെച്ച വാക്കുകൾ, ആ വാക്കുകളെ ഷോർട്ടാക്കി മാറ്റണം. എളുപ്പമല്ല, അത്ര എളുപ്പമല്ല. അത് മനസ്സിലായില്ലേ? അവിടെയാണ് സംവിധായകൻ പിന്നെ ഹരിഹരൻ്റെ പ്രസക്തി. സാർ അതിലെ കഥാപാത്രവും ഈ പറഞ്ഞ കഥാപാത്രം അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ആ സീനുകളിലൊക്കെ, ആ വക സീനുകളിലൊക്കെ ഇപ്പോൾ ഒരു റൈറ്റർക്ക് എഴുതി വയ്ക്കാം, എന്ത് വേണമെങ്കിൽ എഴുതി വയ്ക്കാം വാക്കുകളിലൂടെ. ഈ വാക്കുകൾ മറ്റേ ഷോട്ടുകളായിട്ട് മാറ്റുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, വലിയൊരു ഭയങ്കരമായൊരു പ്രശ്നമുണ്ട് അതിനകത്ത്. ആ സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു പ്രസവവേദന പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇതിൻ്റെ ക്ലൈമാക്സിൽ വെച്ചാൽ ഈ വിളക്ക്
തിരിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് വരുമല്ലോ, അത് എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഹരൻ സാറും പിന്നെ വൈറ്റ് മാസ്റ്ററും കൂടി ചർച്ചയാണ്. അവർക്ക് ആകെ ടെൻഷനായിപ്പോയി. ഇതൊരു നാച്ചുറലായി തോന്നണ്ടേ? കാരണം പണ്ട് ഈ ചന്തു തിരിച്ചു കുത്തിയതാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ള ആ ഫിഗേഴ്സ് കൺവിൻസ് ചെയ്യണം. ഇതെങ്ങനെ ചെയ്യും, ഇതിനെ എങ്ങനെ ഈ വിളക്ക് എങ്ങനെ തിരിഞ്ഞ് വന്ന് ഇയാളിലേക്ക് വരുന്നുള്ള അവിടെയാണ് ഒരു റൈറ്ററും സംവിധായകനും തമ്മിലുള്ള വ്യത്യാസം. റൈറ്ററിൻ്റെ മേലെ സംവിധായകൻ വരുന്ന ചില മുഹൂർത്തങ്ങളാണിത്, മനസ്സിലല്ലേ? അത് ഞാൻ നേരിട്ട് കണ്ടവനാണ് ഞാൻ. അതായത് ഹരൻ സാർ എന്ന സംവിധായകൻ്റെ മുഖത്തുള്ള പ്രസവ വേദന, മനസ്സിലല്ലേ? അത് വലിയൊരു ഒരു അച്ചീവ്മെൻ്റ് ആണ്. അതിൽ ഈ ഫ്രെയിമുകളൊക്കെ ഇപ്പോഴും ആളുകൾ എടുത്തു വെച്ചിട്ട് ഷോട്ട് ബൈ ഷോട്ട് ഫ്രെയിം, പാട്ട് സീനുകളാണെങ്കിൽ പോലും ഇപ്പോഴും അത്ഭുതമാണ് അന്നത്തെ കാലത്ത് അത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. സാറിന്റെ കഥാപാത്രം എത്രത്തോളം അതെങ്ങനെയാ സാറിലേക്ക് എത്തിപ്പെട്ടത്? അത്ര വലിയ ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല. അത് അരിയൻ സാർ തന്നെ വിളിക്കുകയായിരുന്നു. അതെ, അദ്ദേഹം വിളിച്ച് തന്നതാണ്. അത് അത്ര വലിയൊരു കഥാപാത്രം എനിക്ക് തോന്നുന്നില്ല. അത് ഒരു പ്രോമിനൻ്റ് കഥാപാത്രമല്ല. അത് അങ്ങനെ സംഭവിച്ചതാണത്. അതല്ല ഞാൻ പറഞ്ഞ, ഞാൻ ഇപ്പോൾ സംസാരിച്ച് വരുന്നത് ആ കഥയല്ല. ഞാൻ സംസാരിച്ച് വന്നത് ഡയറക്ടർ, സംവിധായകൻ ഹരിഹരൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, ഒരു സംവിധായകനും റൈറ്ററും തമ്മിലുള്ള അകലുണ്ടല്ലോ, മനസ്സിലല്ലേ? ഒരു നല്ല റൈറ്റർക്ക് കനോട്ട് ബിക്കം എ ഡയറക്ടർ. കാരണം MT വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റ് എല്ലാ സംവിധായകന്മാരും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഡയലോഗ് ആയാലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ആയാലും വളരെ ലിമിറ്റഡ് ആണത്. ഇത് ഒരു ഷോട്ടിലേക്ക് ഒരു ക്യാമറയ്ക്കകത്ത് കൂടെ ഒരു ഷോട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ ടാലൻറ്റഡ്, വളരെ വളരെ റൈറ്ററെക്കാളും ഞാൻ ഇത് പറയാൻ കാരണം, എനിക്ക് സംവിധാനത്തിൽ വളരെ താല്പര്യമുള്ളതുകൊണ്ട് പറയാണ്. അങ്ങനെയുള്ള ഒരു സംവിധായകനുണ്ട്. ഈ സംവിധായകൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാവുന്നതല്ല. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ അല്ല, അതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട്. അത് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരണം, ഒരുപാട് സാധനങ്ങൾ വരണം. അല്ലാണ്ട് ഈ കട്ട് ചെയ്യുക, അതിൽ ഉപരിയായിട്ട് പ്രത്യേക ഒരു ചൈതന്യം ഉള്ള ആൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആവിഷ്കരിക്കുകയാണല്ലോ ശരിക്കും, ഒന്നുമില്ലാത്തൊരു സാധനം. അതേപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എടുത്തോളൂ. ഇതിൻ്റെ മറ്റേ ഇതിൻ്റെ ക്ലൈമാക്സ് ഉള്ള ഈ പഴശ്ശിരാജ അതിലും ഇതേപോലെ ഉണ്ടായിരുന്നു. അതിലും സംവിധായകൻ മുന്നിട്ട് നിൽക്കുകയാണ്. ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു MT വാസുദേവൻ നായർ, വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ എല്ലാം ഹരിഹരൻ എന്ന സംവിധായകൻ മുന്നിൽ നിൽക്കുകയാണ്. അത് ഞാൻ പറയും, വിത്ത് എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. MT വാസുദേവൻ കൊണ്ടുള്ളത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ റൈറ്റർ ആൻഡ് സംവിധായകൻ, മനസ്സിലായി? എൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ MTയേക്കാളും മുന്നിട്ട് നിന്നത്, ഇപ്പോൾ നല്ല ഡയലോഗ്സ് ഉണ്ട്, വളരെ പഞ്ചിങ് ഡയലോഗ്സ് ഉണ്ട്. മമ്മൂട്ടിയത് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. മമ്മൂട്ടിയത് ഗംഭീരമായിട്ട് ചെയ്തിട്ടെങ്കിലും കൂടി അത് നമ്മളിൽ എത്തിയത് എങ്ങനെയാണ്? സംവിധായകൻ്റെ ഷോട്ടിലൂടെയാണ്. അതെ, മമ്മൂട്ടിയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് നമ്മളിൽ എത്തില്ലെങ്കിലോ? അത് ഷോട്ടാണത്. ആ ഷോട്ടിൻ്റെ ആംഗിൾ, എഡിറ്റിംഗ് ഒക്കെ വെച്ചിട്ടാണ് ആ സംഗതി നമ്മളിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ വീണ്ടും റീ റിലീസിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഈ ഒരു തലമുറയിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഇനിയും കാണാത്തവർ എന്തുകൊണ്ട് ആ സിനിമ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്ത് പറയും? സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ ബ്രില്യൻ്റ് ആണ്. നമ്മൾ അന്നുള്ള മാതിരിയല്ല, അവർക്ക് കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ ഈ വടക്കൻ വീരഗാഥ എന്ന സിനിമയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം, ഈ കുട്ടികൾക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു, വളരെ ഒരു എപ്പിക്കായിട്ടുള്ളൊരു സിനിമയാണ്, ഒരു ട്രെൻഡ് സെറ്ററായിട്ടുള്ള ഒരു സിനിമയാണ്. അസാധാരണമായ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്നൊക്കെ അറിയാം. അപ്പോൾ അത് അവരുടെ മനസ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു സിനിമയുണ്ട്. മമ്മൂട്ടിയുടെ പെർഫോമൻസ്,
MT വാസുദേവനായരുടെ സ്ക്രിപ്റ്റ്, സംവിധായകൻ ഹരിഹരൻ്റെ സംവിധാന കല, ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴത്തെ ജനറേഷൻ. ഞാൻ ഇതിനെ പറ്റിയിട്ട് പല ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഗോകുലം ഗോപാലേട്ടൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുക ബാബാ ബാബാ. അതിൻ്റെ സംവിധായകന് ഞങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഈ കാര്യം ഇട്ട് നോക്കി അവരുടെ റെസ്പോൺസ് ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്യാണ്, കാരണം അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവർ കാണാൻ പറ്റിയത് തന്നെ ഈ TV-യിലൊക്കെ ഉള്ളൂ. അത് മതി. വിത്ത് ഓൾ ദി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുതിയ സൗണ്ട് സിസ്റ്റം, പുതിയ പ്രൊജക്ഷൻ, പുതിയ 4K-ലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, പുതിയ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ വടക്കൻ വീരഗാഥ പിന്നെ റിലീസ് ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ധനഞ്ജയൻ പറയാണ്, ചേട്ടാ ഞങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടി എന്ന് പറയുന്നത്. എല്ലാ ചെറുപ്പക്കാരാണ്, അത് 27-28 വയസ്സാണ് ഇയാൾക്ക്, ഈ ധനഞ്ജയന്. അതുപോലെ അതിൻ്റെ എഡിറ്റർ, അതിൻ്റെ റൈറ്റർ എല്ലാം അതേ ഒരു ഗ്രൂപ്പിൽപ്പെട്ടാണ്. അവരൊക്കെ വളരെ ത്രിൽഡാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടതാണ് ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി, ഈ കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി. ഈ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി യങ്ങർ ജനറേഷൻസ്. പഴയ ജനറേഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടതാ എന്ന് പറയുന്നുണ്ടെങ്കിലും, പക്ഷെ പുതിയ ജനറേഷൻ ഇതിന് ഭയങ്കരമായ ഒരു അവസരമായിട്ട് കാണും, ഒരു ലക്കായിട്ട് തോന്നുന്നവർ. ഭാഗ്യമാണ് അങ്ങനെ കിട്ടുന്നത്. ആ കോമ്പിനേഷനിലെ ഒരു സിനിമ ഇനി ചിലപ്പോൾ ഇനി ഉണ്ടാവില്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ വരിക എന്ന് പറയുമ്പോൾ അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ ഒരു സോഷ്യൽ തീമാണെങ്കിലേ ഇത്രയും അത് വരില്ല. ഇപ്പോൾ ഒരു സോഷ്യലായിട്ട് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ മോഹൻലാലിൻ്റെ ചില പടങ്ങൾ വന്നല്ലോ, അതിനൊന്നും അത്രയും അക്സെപ്റ്റൻസ് കിട്ടിയില്ല. പക്ഷെ ഇതിന് അക്സെപ്റ്റൻസ് കിട്ടാനുള്ള ഒരു സംഗതി ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം ഇത് കാണാനായിട്ട് താല്പര്യം ഉണ്ടാവും. അതിൻ്റെ ഒരു ഗ്ലാമർ, അതിൻ്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള സംഗതികളൊക്കെ കാണാനും, പിന്നെ അതിൻ്റെ ഷോർട്ട് വൈസൊക്കെ അതിന് ഇപ്പോഴത്തെ ജനറേഷൻ സംവിധായകന്മാർ വന്ന് ഈ പടം കാണും. അതെ, സിനിമ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഷോട്ടുകൾ എങ്ങനെ വെച്ചു എന്നുള്ളത്. അത് മാത്രമല്ല, ഇതിനകത്ത് കൂടുതൽ റിസർച്ച് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇത് എങ്ങനെയാണ് ഈ ചന്തു എന്ന വില്ലനെ നായകനാക്കി മാറ്റിയത് എങ്ങനെയെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുണ്ടാവും. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവർക്ക് വരാം, അത് നോക്കാം, അവർക്ക് പഠിക്കാം. ഇങ്ങനെ വരുന്നത് സാധ്യതകൾ വളരെ കൂടുതൽ എക്സ്പെക്ടേഷനും ഉണ്ട്. അതുപോലെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതെ, പ്രതീക്ഷയുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സാറിൻ്റെ പഴയ കാര്യങ്ങളും പഴയ കഥകളും ഒക്കെ തന്നെയാണ്. ഇനി അടുത്തൊരു ഈ പറഞ്ഞൊരു ഫ്യൂച്ചർ പ്രതീക്ഷ എന്താണ് സാർ ദേവൻ? ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വലിയ ഒരു പാർട്ടിയുടെ ഒരു വലിയ സ്ഥാനത്തിരിക്കുന്നു. അപ്പോൾ പ്രതീക്ഷകൾ എന്താണ് ശരിക്കും ആ ഒരു സ്ഥാനം വഹിച്ചുകൊണ്ടുള്ള BJPയുടെ ഒരു വക്താവെന്ന നിലയിൽ തന്നെ? ഞാൻ ഒരുപാട് പ്രതീക്ഷ ഉണ്ട് എനിക്ക്. കാരണം ഞാൻ സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി 20 വർഷം വളരെ ആക്റ്റീവ് പോളിറ്റിക്സിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അബൌട്ട് ഞാൻ കേരളത്തിനെ നോക്കി കാണുന്ന ഒരാളാണ്. അപ്പോൾ കേരളത്തിലെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനൊരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയത്. അത് അന്നൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടാക്കുമ്പോൾ മാധ്യമപ്രവർത്തകന്മാരൊക്കെ പറഞ്ഞത് ഇയാൾക്ക് ഭ്രാന്താണെന്നാണ്. എൻ്റെ അടുത്ത് ആ പ്രസ് കോൺഫറൻസിൽ എന്നോട് പല ആൾക്കാരും ചോദിച്ചു, പ്രസ് മീറ്റ് വട്ടാണല്ലേ, അല്ലാണ്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യില്ലോ എന്ന് പറഞ്ഞു. ഇവിടെ രാഷ്ട്രീയവൽക്കരിച്ച് കേരളത്തിൽ നിങ്ങൾക്ക് ഒരു സിനിമാ നടൻ വന്നിട്ട് മാറ്റം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എൻ്റെ ബോധ്യമാണ്, നിങ്ങളുടെ ബോധ്യം വേറെ ആയിരിക്കും. ഞാൻ ഇതിനകത്ത് സ്റ്റഡി ചെയ്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു, വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു പാർട്ടിക്ക് ആവശ്യം. ഞാൻ പറഞ്ഞു അങ്ങനെ സ്പേസ് ഉണ്ട്, നിങ്ങൾ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ സ്പേസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ ഈ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടല്ലോ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു 10-35 വർഷത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് കാണിച്ചു, മനസ്സിലായില്ലേ? അതിലെല്ലാം ഒരു ആവറേജ് എടുക്കാൻ ഒരു 70% മേലെ വന്നിട്ടില്ല ആവറേജ് വോട്ടിംഗ് ശതമാനം. 75 വല്ലപ്പോഴും വരും. ആവറേജ് നോക്കുമ്പോൾ മാക്സിമം 78 സംതിങ്. അത് ആവറേജ് എടുക്കുമ്പോൾ 70 ഉള്ളൂ.
ടോട്ടൽ ഇത് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ ബാക്കി 30 എവിടെ പോയി? 5% എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇവിടെ ആൾക്കാരുണ്ടാവില്ല, എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ 25% ഉണ്ടല്ലോ. ഈ 25% ആൾക്കാർ വോട്ട് ചെയ്യാതിരിക്കുകയാണ്. അവർക്ക് ചില ആകാംക്ഷകളുണ്ട്, അവർക്കിത് ഇഷ്ടമില്ല ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി വന്നാൽ നിങ്ങൾ സ്പേസ് ഇല്ല എന്ന് പറയരുത്. ദർ ഇസ് എ സ്പേസ്. 25% ആണ്. ഇവിടെ നിങ്ങൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും അവരുടെ വോട്ടിംഗ് ശതമാനവും ഇതിനേക്കാളും കൂടുതലാണ് ഈ വോട്ട് ചെയ്യാതിരിക്കുന്ന ഈ 25% വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ടാർഗറ്റ് ഇസ് ദാറ്റ്. അത് ഇന്നോ നാളെയോ പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. അന്ന് ഞാൻ പറഞ്ഞു 20 വർഷത്തെ എൻ്റെ പ്രയത്നം വേണം, എൻ്റെ പ്രവർത്തനങ്ങൾ വേണം, ഞാൻ എൻ്റേതായ ഒരു പൊളിറ്റിക്കൽ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്. എന്തുകൊണ്ടാണ് ഈ BJP പോലൊരു പാർട്ടിയെ തിരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഇതിലേക്ക് വന്ന് ലയിക്കാനുണ്ടായ സാഹചര്യം? ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് നിന്നാൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇലക്ഷൻ നിന്നിട്ട് 2 ഇലക്ഷൻ നിന്നിട്ടുണ്ട്. അതിന് ആക്രമണങ്ങൾ ഞാൻ പിന്നെ സഹിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്നു 2016 എനിക്ക് BJPയുടെ എന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. ഒരു ടിക്കറ്റിൽ ട്രിവാൻഡ്രം സെൻട്രലിൽ BJP ടിക്കറ്റിൽ മത്സരിക്കാനായിട്ട്. ഞാനത് റിഫ്യൂസ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ വന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ ഈ തീവ്രവാദപരമായിട്ടുള്ള ചില മൂവ്മെൻറ്റ്സ് നമ്മുടെ കേരളത്തിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, തീവ്രവാദത്തിൻ്റെ ഗ്രൂപ്പ് ഇന്ത്യയിൽ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. അന്നൊക്കെ അവർ ഇൻവിസിബിളായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ബോധ്യമായി അവർ വിസിബിളാണ്. നമുക്കവരെ കാണാം. അവർ ബോൾഡായിരിക്കുന്നു. അവർ ധൈര്യത്തോടെ പറയുന്നു 1947 ഇവിടെ അവരുടെ ഭരണം ഉണ്ടാവുമെന്ന് പറയുന്നു. കേരളത്തിൽ 10 വർഷത്തിനുള്ളിൽ കേരളം അവർ ഭരിക്കുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് തന്നെ എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് തന്നെ അവരെന്നോട് പറഞ്ഞു അവർ ഭരിക്കും. അതുകൊണ്ട് അവരുടെ കൂടെ കൂടാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾ യു കെയിം ടു എ റോങ് പേഴ്സൺ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇതൊരു അപകടമാണ്. മനസ്സിലായില്ലേ? ഇന്ത്യയുടെ ശക്തി, ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ശക്തി, ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ ശക്തി, ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ശക്തി ഒന്നും മനസ്സിലാക്കാതെ ഈ ആനയുടെ ആസനത്തിൽ കൊതു വന്നിരുന്ന് കൂത്തുമ്പോൾ ആന വെറുതെ വാലാട്ടുന്നത് അതുകൊണ്ടല്ല, വാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് അവരത് കൊണ്ടാണ് ആനയ്ക്ക് ഇങ്ങനെ ആക്കുന്നത്. അതല്ല, ശക്തമായ ഒരു ഇന്ത്യയാണ് നമുക്കുള്ളത്. ആര് ഭരിക്കുന്നുള്ളതല്ല. അത് 1 or 2 ഒരു തീവ്രവാദ ഗ്രൂപ്പ് വന്നിട്ട് ഇതിനെ തകർക്കാൻ ശ്രമിച്ചാൽ തകർന്നതല്ല. വർഷങ്ങളായിട്ട് തകർക്കാൻ ശ്രമിച്ചിട്ടും 1000 വർഷങ്ങളോളം തകർക്കാൻ ശ്രമിച്ചിട്ടും തകർക്കാൻ സാധിക്കാത്ത ഒരു സംസ്കാരമാണ് നമ്മുടെ ഈ ഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് കൊണ്ട് മാത്രം തന്നെയാണ് അതിന് ഏറ്റവും പറ്റിയത്. ഇതിനെ നേരിടാൻ പറ്റിയ പാർട്ടി ഓൺലി ഭാരതീയ ജനതാ പാർട്ടിയാണെന്നുള്ള ബോധ്യമായിട്ട് എൻ്റെ പഠനത്തിൽ നിന്നും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ലയിച്ചത്. ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? നല്ല സാധ്യതയുണ്ട്. ദർ ഇസ് എ ഗുഡ് ഗ്രൗണ്ട് സപ്പോർട്ട്. പക്ഷേ ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്ലേയേഴ്സ് ഹാസ് ടു പ്ലേ വെൽ. നമ്മൾ ഫുട്ബോൾ മാച്ചിന് പോകുമ്പോൾ നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും അപ്പോൾ ആ ടീം കളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവരിവിടെ ഭയങ്കര ആരവുണ്ടാക്കും, ഹേ 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 എന്നാണ്. പക്ഷേ പ്ലേയേഴ്സ് പിന്നെ ഈ പ്ലേയേഴ്സ് കളിക്കണ്ടേ? അപ്പോൾ ഇവിടുത്തെ BJP പ്ലേയേഴ്സ് കളിക്കുന്നില്ല. BJPയുടെ ടീം വീക്കാണെന്നാണോ പറയുന്നത്? വീക്കാണ് 100% വീക്കാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട്. ഇവിടെ BJPക്ക് നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട്. ആ ഗ്രൗണ്ട് സപ്പോർട്ടിനെ വോട്ടാക്കി മാറ്റണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഈസിയായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന് തയ്യാറാവാതെ അതിന് വേണ്ട രീതിയിൽ ഒരു പ്രൊപ്പഗാൻഡ ചെയ്യാതെ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ മൈനോറിറ്റീസിൻ്റെ കാര്യത്തിൽ ഈ ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു
ഭരണം കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ അവരെയും കൂടി കോൺഫിഡൻസിലെടുത്തുകൊണ്ടുള്ള അവരുടെ ആകാംക്ഷകൾ, അവരുടെ ഭയം, അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ നമ്മൾ ഉത്തരം പറഞ്ഞുകൊണ്ട് അവരെയും കൂടി കൂട്ടി നിർത്തിയാൽ BJP ക്യാൻ റൂൾ കേരള. അല്ല, ഈ പറഞ്ഞ പോലെ കാര്യം വെച്ചാൽ സാറ് കൂടി ഉൾപ്പെടുന്ന ഒരു ടീമാണ് BJPയുടേത്. കാരണം ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ സാറിനെയും കൂടെ ബാധിക്കുന്നില്ല. ടീം ഓക്കെ അല്ല അല്ലെങ്കിൽ സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിനെയും അത് ബാധിക്കില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരുന്നുള്ളത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞ പോലെ സീറ്റ് വിൻ ചെയ്യുമെന്ന് വിൻ ചെയ്യും നിയമസഭയിൽ. 2026 വലിയൊരു മാറ്റം ഇത് പറ്റും. അതിന് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മുഴുവനും ഈ പഞ്ചായത്ത് ഇലക്ഷൻസ് വരുന്നല്ലോ. പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ സീറ്റ് കൂടുതലെടുക്കും. നഗരസഭ, പഞ്ചായത്തുകൾ, കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റികളൊക്കെ BJPക്ക് നല്ല ഒരു വിജയം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് എൻ്റെ ഒരു സ്റ്റഡി എന്നാണ് പറഞ്ഞത്. ആ സ്റ്റഡിയിൽ ഞാൻ ചോദിക്കുന്ന നിയമസഭയിൽ എത്രത്തോളം സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് വരുന്ന? ഇതിൽ കിട്ടിയാൽ അതിന് കിട്ടും, ഇതിൽ വീക്കായി അതിൽ പോകും. ഒരു ശക്തമായ പ്രതിപക്ഷമാവാനെങ്കിലും സാധിക്കുമോ നിയമസഭയിൽ? സാധിക്കും ശക്തമായ. കാരണം BJPയോട് ചോദിക്കാതെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല വരുന്ന നിയമസഭ എന്നായിരിക്കും എൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ഈ ഇപ്പോൾ നടക്കുന്ന കേരളത്തിൻ്റെ ഭരണ സാഹചര്യത്തെക്കുറിച്ച് എന്താ അഭിപ്രായം? പ്രസന്റ് കേരളത്തിൻ്റെ ഭരണം, കേരളത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നുള്ളത്? തൃപ്തനാണോ താങ്കൾ? അഭിപ്രായമില്ല. കാരണം അത്രയും മോശമാണെന്നർത്ഥം. നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണ്ട, അതിലില്ല. അത്രയും വളരെ ഒരു നമ്മളിപ്പോഴും നമ്മൾക്ക് ഈ മലയാളിയുടെ സെൽഫ് റെസ്പെക്റ്റ് നശിപ്പിച്ച ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഒരു ആത്മാഭിമാനം ഉണ്ടല്ലോ ഓരോ മലയാളിക്കും. ഇപ്പോൾ നമുക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു ജനതയായിട്ട് മാറി മലയാളികൾ. അത് ബിക്കോസ് ഓഫ് ദിസ് റെസ്പോൺസിബിലിറ്റി. ഒരു ഉത്തരവാദിത്വം ആർക്കും ഒന്നുമില്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അയാളെ കുറ്റം പറയും, ഇവരെ കുറ്റം പറയുന്നത്. അതിപ്പോൾ ഒരു പ്രതിപക്ഷമായാലും അങ്ങനെ തന്നെയാണ്. നല്ലൊരു പ്രതിപക്ഷമില്ല, നല്ലൊരു ഭരണകൂടവും നമുക്കില്ല. അപ്പോൾ നല്ലൊരു ഭരണകൂടം വന്നേ പറ്റൂ. അവിടെ അതിന് BJPക്ക് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പഠിച്ചിട്ടുള്ള ഒരു, അല്ലാണ്ട് വെറുതെ പറയുന്നതല്ല. വെറുതെ ഞാൻ ഈ 20 വർഷത്തെ എൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. റിസർച്ചുകൾ നടത്തി ജനങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഈ മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, മാധ്യമങ്ങൾ പറയുന്നതൊക്കെ എഗൻസ്റ്റ് BJPനെ കുറ്റം പറയാണ്, മോഡിയെ കുറ്റം പറയാണ്, അല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ല. ഇപ്പോൾ അവരുടെ അടുത്ത് ഈ മാധ്യമങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് മോഡി ചെയ്ത കുറ്റം? ഒരാൾക്ക് ആൻസർ ഇല്ല. ഞാൻ പല വലിയ മീഡിയാസിനൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പറയും, ഒരു കുറ്റം പറയും നിങ്ങൾ, അദ്ദേഹം ചെയ്ത ഒരു കുറ്റം, അതിന് ആൻസർ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ വെറുതെ പറയാണ്. അവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരു പശു ചത്താൽ അത് പശുവിനെ കൊന്നതാണെന്ന് പറയുന്നു. അതല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യത്തിനും പ്രശ്നമല്ല. ഇവിടെ മനുഷ്യനെ കൊല്ലുന്നു, അവിടെ പ്രശ്നമില്ല. അവിടെ പശുവിനെ ചത്ത അത് BJP ചെയ്തു എന്ന് പറയുന്നു. ഇനിയൊരു ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഈ ഭരണ സ്ഥാനങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ ദേവൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്? ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയല്ല എൻ്റെ ഉദ്ദേശങ്ങൾ. ഞാൻ എൻ്റേതായ ചില വഴികളുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ, ഞാൻ എൻ്റെ സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് പോയ സമയത്ത് ഞാൻ വെറുതെ വന്ന് കൈമീശി വന്നതല്ല. ഒരുപാട് സ്റ്റഡി ചെയ്ത്, ഒരുപാട് റിസർച്ച് നടത്തി, ഒരുപാട് സർവേകൾ നടത്തി. ആ സർവേകൾ മുഴുവനും ഞാനിപ്പോൾ BJPക്ക് കൈമാറും. ഇതേപോലെ ഞാൻ കേരളത്തിൻ്റെ മാത്രം നോക്കുന്നതാണ്. ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും സ്വയം പര്യാപ്തത നേടാൻ പറ്റും നമുക്ക് പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് കൃഷിയിൽ. അപ്പോൾ അന്യ സംസ്ഥാനങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ കേരളത്തിൽ തന്നെ കൃഷി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു 3 വർഷം അതിനുള്ള വടി എൻ്റെ കയ്യിൽ കിട്ടിയാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നല്ലൊരു പ്രതീക്ഷയാണ് സാറിൻ്റെ മനസ്സിലെങ്കിൽ അത് സംഭവിക്കട്ടെ. ആ ഒരു മാറ്റം കേരളത്തിൽ മുഴുവനും ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയിൽ പറഞ്ഞു തീരാത്ത കഥകളാണ്, ഇനിയും തീരില്ല. പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എന്നാലും നമ്മുടെ സമയപരിമിതി കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അത്ര കഥകൾ നമ്മൾ സംസാരിച്ചു.
ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, കുറേ നല്ല ഓർമ്മകളിലേക്ക് പോയി. തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് ഇതുപോലെ കാണാനും തീർച്ചയായിട്ടും സംസാരിക്കാനും ഒക്കെ സാധിക്കട്ടെ. വടക്കം വീരഗാഥ വീണ്ടും റീ-റിലീസ് അതൊരു വലിയ ഞാൻ വിജയമാവട്ടെ. അതാണ് നമ്മളുടെ മെയിൻ ഒബ്ജക്റ്റീവ്, ഈ ഇന്റർവ്യൂവിന്റെ ഒരു പർപ്പസ് അതാണ്. കാരണം വെച്ചാൽ പർപ്പസ് എന്ന് വെച്ചാൽ ഒരു സത്യസന്ധമായ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ എനിക്ക് വളരെ ബോധ്യപ്പെട്ടു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പടം റിലീസ് ചെയ്യുന്നത്, അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണത്. എനിക്ക് 100% ഐ എം കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ്. അതിൻ്റെ ഒരു വിജയസാധ്യത, കാരണം ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇത്, വടക്കൻ വീരഗാഥ. അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ മേക്കിംഗ്, ഒരു എപ്പിക് പോലെയുള്ള ഒരു പടം വീണ്ടും എല്ലാ ടെക്നോളജികളും പുതിയ ടെക്നോളജിനെ ഉപയോഗിച്ച് കൊണ്ടുവരുന്ന ഒരു സിനിമ കാണാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നത് വലിയ സംഭവം തന്നെയാണ്. അത് എല്ലാ ആൾക്കാരും കാണണം. അതെ, എസ്പെഷ്യലി യൂത്ത്, കാരണം ചെറുപ്പക്കാർ, ഈ തലമുറയ്ക്ക് ഒരു ഭാഗ്യമാണ് ആ സാധനം വീണ്ടും കാണാൻ. തീർച്ചയായിട്ടും വലിയ ഭാഗ്യമായിരിക്കും. അത് നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ കണ്ടതിൽ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സന്തോഷം. താങ്ക് യു KTC ആൻഡ് ഗ്രഹലക്ഷ്മി ആൻഡ് ഗംഗാട്ടൻ. ഓക്കെ, വിത്ത് ഡ്യൂ റെസ്പെക്ട്. ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നു അത്. തീർച്ചയായിട്ടും. അയ്യോ, ഗംഗാട്ടനെ പറ്റി നമ്മളൊന്നും പറഞ്ഞില്ല. ഒരുപാട് അവർ പറയാനുണ്ട്. കാരണം ഞാനിപ്പോൾ ഈയിടെ അവർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മക്കളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഗംഗാട്ടനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഭയങ്കര ഒരു പാവം മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, സ്നേഹസമ്പന്നനാണ്. അതെ, അല്ല അദ്ദേഹത്തെ പരിചയപ്പെട്ടവർക്കും ഈ പറഞ്ഞ ഞാൻ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു കോഴിക്കോട്. അപ്പോൾ അത് നമ്മളോട് അദ്ദേഹത്തിന് വന്ന് സംസാരിക്കുകയും ഉണ്ടുണ്ടായി. പക്ഷെ എന്നാലും നമ്മളോട് വന്ന് സംസാരിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും വളരെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമ കൂടിയാണ്. ഈ സമയത്ത് അദ്ദേഹത്തെ നമ്മൾ ഓർക്കുകയാണ്, നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും അദ്ദേഹം കൂടി വേണമായിരുന്നു ഈ സമയത്ത്. അത് മാത്രമല്ല, പിന്നെ ഗംഗാട്ടൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ഇത് വീണ്ടും ഒന്ന് റിലീസ് ചെയ്യണം എന്നുള്ള ഒരു വലിയ ഡ്രീമിലായിരുന്നു ഇത്. അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കളത് ഏറ്റെടുത്ത് നടത്തുക വലിയൊരു കാര്യമാണ് അങ്ങ് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹം ഇതൊക്കെ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.